Hello, good morning. Hope everybody is doing great. നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Are you ready? ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് നാളുകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ പറയുന്ന ഒരു വിഷയം കുറച്ചുകൂടെ നല്ല രീതിയിലേക്ക് ഡെപ്തിലേക്ക് എടുക്കാൻ പോവാണ്. അതായത് EFT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് EFT? നമ്മുടെ ലൈഫിൽ നമുക്ക് അത് എങ്ങനെ അപ്ലൈ ചെയ്യാം? എങ്ങനെയാണ് ഈ EFT എന്ന് പറയുന്നത്? ഇതിനെക്കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ എന്താ പറയാ, ഇതിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. സോ ആർ യു റെഡി? ഇഫ് യു ആർ റെഡി, ലെറ്റ്സ് താങ്ക് യു സോ മച്ച്. എന്തായാലും വളരെയധികം സന്തോഷം നമ്മളുടെ മെഡിറ്റേഷനിൽ പങ്കെടുക്കുന്നതിൽ. എല്ലാ ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യട്ടെ ശരത്. നമ്മുടെ ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് എല്ലാ ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യാം. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഹോപ്പ് എവറിബഡി വിൽ ബി ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മളുടെ EFT മീറ്റപ്പ്, അതായത് EFT മീറ്റപ്പ് എന്ന് പറയും, EFT കമ്മ്യൂണിറ്റി മീറ്റപ്പ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ EFT കോഴ്സ് കഴിഞ്ഞവർക്ക് മാത്രമാണ് ഇതിൽ പങ്കെടുക്കാൻ കഴിയുക എന്നുള്ളത് അർത്ഥമില്ല. നമ്മുടെ ഈ മോർണിംഗ് കമ്മ്യൂണിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മോർണിംഗ് ക്ലാസ് കമ്മ്യൂണിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. ഈ മോർണിംഗ് ക്ലാസ് കമ്മ്യൂണിറ്റിയിലേക്ക് വന്നിട്ടുള്ള എല്ലാവർക്കും പ്രോഗ്രാമിലേക്ക് വരാം. EFT അന്ന് അവിടെ നിങ്ങൾക്ക് പഠിപ്പിക്കും, പ്രാക്ടീസ് ചെയ്യും എന്നുള്ളതാണ് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു അവയർനെസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യണം, പ്രോഗ്രാമിലേക്ക് വരണം എന്നുള്ളതാണ് കേട്ടോ. സോ EFT ചെയ്തവർക്കല്ല ഈ പ്രോഗ്രാം ഉള്ളത്, എല്ലാവർക്കും ഉള്ള പ്രോഗ്രാമാണ്. EFTയെ കുറിച്ച് ഒരു അവയർനെസ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തിലാണ്. സോ ലെറ്റ്സ് ബിഗിൻ. നമുക്ക് ആരംഭിക്കാം. സോ ഇഫ് യു ആർ റെഡി, ലെറ്റ്സ് ബിഗിൻ. ഇഫ് യു ആർ റെഡി, ജസ്റ്റ് കമന്റ് ഡൗൺ യെസ് ഇ എന്ന് കമന്റ്. സൂപ്പർ എക്സൈറ്റഡ്, ജസ്റ്റ് കമന്റ് ഡൗൺ യെസ് ഇ എന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ സൂപ്പർ എക്സൈറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് യെസ് ഇ എന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് കമന്റ് ഡൗൺ യെസ് ഇ. ഓൾറൈറ്റ്, സോ ലെറ്റ്സ് ബിഗിൻ. ഇന്ന് നിങ്ങൾ എത്ര പേർക്ക് EFTയെ കുറിച്ച് അറിയാം? EFTയെ കുറിച്ച് അറിയുന്നവരെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത്. EFT ഓൾറെഡി ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവാം, അറിയുന്ന ആൾക്കാരുണ്ടാവും, EFT എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, നീ എന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, ഓൾറെഡി EFT കോഴ്സ് ചെയ്തിട്ടുള്ള പഠിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, കുറച്ച് പേരുണ്ട്. ഷബാന ജാസ്മിൻ, റബീസ, ജാസുറ ബേബി, മുംതാസ്, സോ മെനി പീപ്പിൾ ആർ ഹിയർ. ആക്ച്വലി എന്താണ് EFT നിങ്ങൾ മനസ്സിലാക്കിയതിൽ നിന്ന് കുറച്ചുകൂടെ ഡെപ്തിലേക്കും കുറച്ചുകൂടെ ക്ലാരിറ്റിയിലേക്കും മനസ്സിലാക്കാൻ ഇന്നത്തെ സെഷൻ ചിലപ്പോൾ നിങ്ങളെ സഹായിക്കും. അപ്പൊ അതുകൊണ്ട് പുതിയ ഇൻഫർമേഷൻസ് ഞാൻ ഇതിലൂടെ ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത പുതിയ ഇൻഫർമേഷൻസും അപ്ഡേഷൻസും ഞാൻ ഇതിലൂടെ ഷെയർ ചെയ്യുന്നതാണ്. സോ എല്ലാവരും എന്ത് ചെയ്യുക, എക്സൈറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുക, റെഡി ആയിട്ട് ഇരിക്കുക. നമ്മുടെ ഈ ഒരു സെഷൻ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടും ലേൺ ചെയ്യാൻ വേണ്ടിയിട്ടും. സോ എന്താണ് EFT എന്ന് പറയുന്നത്? EFT എന്ന് പറയുന്നത് ഈ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് എന്നുള്ളതാണ്. ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് EFT എന്ന് പറയുന്നത്. എന്താണ് ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക്? വേർഡിൽ തന്നെ ഉണ്ട് എന്ത്, ഇമോഷനിൽ നിന്ന് നമ്മൾ ഫ്രീ ആവുക എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെ ഇമോഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ലൈഫിൽ വലിയ ഒരു പ്രയാസമുണ്ട്. നമ്മുടെ ഇമോഷൻസ് ബാലൻസ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ നമ്മുടെ ഇമോഷൻസ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. നമ്മുടെ ചിന്തകൾ നമ്മൾ നിയന്ത്രിക്കണം എന്ന് നമ്മൾ പറയും. നമ്മളുടെ ചിന്തകൾ നമ്മൾ നിയന്ത്രിക്കണം എന്ന് പറയും. നമ്മളുടെ ചിന്തകൾ നമ്മൾ നിയന്ത്രിക്കണം. പക്ഷേ പലപ്പോഴും ഈ ചിന്തകളെ കൺട്രോൾ ചെയ്യുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ഉള്ളിൽ ഫീൽ ചെയ്യുന്ന ഇമോഷൻസ്. ഓർമ്മ, നമുക്കറിയാം ചിന്തകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾക്ക് എന്തും സൃഷ്ടിക്കാൻ കഴിയുക എന്ന് നമ്മൾ പറയുന്നു. ചിന്തകൾ, നമ്മൾ ആ ഒരു അവയർനെസ്, ആ ചിന്തകൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എന്താണോ വേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കണം. നമുക്ക് എന്താണോ വേണ്ടത് അത് നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. നമ്മൾ മൈൻഡ് പവറിൽ പറയാറുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മുടെ ഈ ചിന്തകളെ നിയന്ത്രിക്കുന്നതിൽ അല്ലെങ്കിൽ ചിന്തകളെ വഴിതിരിച്ചു വിടുന്നതിൽ ഇമോഷൻസിന് വലിയ റോളുണ്ട്. അത് നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് ആണ് വരുന്നത് എങ്കിൽ നമ്മൾ ഡിപ്രഷനിലേക്കും അസുഖങ്ങളിലേക്കും പ്രയാസങ്ങളിലേക്കും കഷ്ടപ്പാടുകളിലേക്കും ബുദ്ധിമുട്ടുകളിലേക്കും ഒക്കെ പോകാൻ സാധ്യതയുണ്ട് നമ്മുടെ ശരീരത്തിൽ. അപ്പൊ എന്താണ് EFT എന്നുള്ളതിലേക്ക് എന്ത് ചെയ്യാൻ വരാം, ഇതെങ്ങനെയാണ് കണ്ടെത്തിയത് എന്നുള്ളതിലേക്കും വരാം. എന്നിട്ട് എന്ത് ചെയ്യാൻ, നമുക്ക് EFT എന്ന് പറയുന്ന വിഷയത്തിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പൊ ഞാൻ ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് എന്ത് വെച്ചാൽ ഞാൻ ഇവിടെ കാണിക്കാം. എനിക്ക് എൻ്റെ ഗുരു ആയിട്ടുള്ള കാൾ ഡോസൻ, നിങ്ങൾ തായ്ലൻഡിൽ പോയിട്ട്, ഇദ്ദേഹം ഒരു ഐറിഷ് വ്യക്തിയാണ്, അയർലൻഡുകാരനാണ് ഇദ്ദേഹം. കാൾ ഡോസൻ ആണ്, ഇദ്ദേഹമാണെന്ന് വെച്ചാൽ ഒരു EFT ഫൗണ്ടിങ് മാസ്റ്റർ ആണ്. പക്ഷെ ഇദ്ദേഹമല്ല EFT ബേസിക് EFT കണ്ടെത്തുന്ന ഇദ്ദേഹമല്ല. ഇദ്ദേഹം ഇതിനെ അഡ്വാൻസ്ഡ് ആക്കി കൊണ്ടുവരികയും കാര്യങ്ങൾ ചെയ്തു. അപ്പൊ EFTയുടെ ഹിസ്റ്ററി അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. ഈ EFT എന്ന് പറയുന്ന ഒരു സംഗതി വരുന്നതെന്ന് വെച്ചാൽ TFT എന്ന് പറയുന്ന തോട്ട് ഫീൽഡ് തെറാപ്പി എന്ന് പറയുന്ന ഒരു തെറാപ്പി ആദ്യം ഉണ്ടായിരുന്നു. അപ്പൊ തോട്ട് ഫീൽഡ് തെറാപ്പി, ഓക്കെ, ചിന്തകള് ഫീൽഡ് തെറാപ്പി, ശരിക്കും മനസ്സിലാക്കുക. അപ്പൊ
ഈ അത് റോജർ കാലഹാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ്, കാലിഫോർണിയയിൽ ബേസ് ചെയ്തിട്ട്, യുഎസിലെ കാലിഫോർണിയ ബേസ് ചെയ്തിട്ടുള്ള അവിടെ വർക്ക് ചെയ്യുന്ന അദ്ദേഹം ഒരു ക്ലയന്റുമായിട്ട് വർക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം ക്ലയന്റിന്റെ പുറത്ത്, ക്ലയന്റിന്റെ ദേഹത്ത് ഈ പറഞ്ഞിരിക്കുന്ന തെറാപ്പി ചെയ്യുന്നതിന്റെ ഇടയിൽ ടാപ്പ് ചെയ്തു, ചുമ്മാ ടാപ്പ് ചെയ്തു ചില സ്ഥലങ്ങളിൽ. പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല എവിടെയാന്നുള്ളതില്ല, പക്ഷെ ചില സ്ഥലങ്ങൾ വെറുതെ ചുമ്മാ ടാപ്പ് ചെയ്തു. അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ഫീലിംഗ് വന്നത് ടാപ്പ് ചെയ്തു. അപ്പൊ ആ സെഷന് ശേഷം അദ്ദേഹം ഒരു പരീക്ഷണം നടത്തി നോക്കിയതാണ്. ആ സെഷന് ശേഷം എന്താ വെച്ചാൽ ആ ഒരു വ്യക്തിയുടെ, ക്ലയന്റിന്റെ പ്രശ്നം എന്തായി, പരിഹരിക്കപ്പെട്ടു. അങ്ങനെ അദ്ദേഹം അത് കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചു, കൂടുതൽ പരീക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ പരീക്ഷിച്ചതിന് ശേഷം അദ്ദേഹം എന്താ വെച്ചാൽ ഒരു പ്രോസസ്സ് ഡെവലപ്പ് ചെയ്തു. ആ പ്രോസസ്സ് ഡെവലപ്പ് ചെയ്തതെന്ന് വെച്ചാൽ എന്താണോ പ്രശ്നമുള്ളത് ആ പ്രശ്നത്തെ കുറിച്ച് ചിന്തിക്കുക. അതേപോലെ തന്നെ ആ പ്രശ്നത്തിന്റെ ഇന്റൻസിറ്റി 0 മുതൽ 10 വരെ എത്രത്തോളം ഉണ്ട്. അതായത് ആ ഒരു പെയിൻ ആണെന്നുണ്ടെങ്കിൽ, വേദനയാണെങ്കിൽ, സങ്കടമാണെങ്കിൽ, ശരീരത്തിന്റെ വേദനയാണെന്നുണ്ടെങ്കിൽ 10ൽ എത്ര ഉണ്ട്. 10ൽ 10 തന്നെ ഉണ്ടെങ്കിൽ ഏറ്റവും ഇന്റൻസീവ് ആയിട്ടുള്ളതും, 10ൽ 0 ആണെങ്കിൽ തീരെ ഇല്ല എന്നുള്ളത്. 10ൽ 1 or 2 ഒക്കെ ആണെങ്കിൽ കുറച്ചേ ഉള്ളൂ വേദന, അല്ലെങ്കിൽ ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ളൊരു അളവുകോൽ കണ്ടെത്തി. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് വെച്ചാൽ ചില പ്രത്യേക ഓർഡറിൽ അദ്ദേഹം എന്ത് ചെയ്യാൻ പറ്റി, ടാപ്പിംഗ് തുടർന്നു. അപ്പൊ ഇതാണ് TFT എന്ന് പറയുന്ന മെത്തേഡായിട്ട് അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. എന്നാൽ EFT എന്ന് പറയുന്ന മെത്തേഡിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗാരി ക്രെയ്ഗ് എന്ന് പറയുന്ന വ്യക്തിയാണെന്ന് വെച്ചാൽ EFT ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ EFT അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്ന EFTയിൽ അദ്ദേഹം, ഞാൻ ഇവിടെ സൂം ചെയ്ത് ജസ്റ്റ് കാണിക്കാം നിങ്ങൾക്ക്. EFTയിലേക്ക് അദ്ദേഹം വരുന്നതെന്ന് വെച്ചാൽ, ഗാരി ക്രെയ്ഗ് എന്ന് വെച്ചാൽ ഒരു എഞ്ചിനീയർ ആയിട്ട് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു, എഞ്ചിനീയർ. അപ്പൊ അദ്ദേഹത്തിന് സൈക്കോളജിയിൽ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഒരു ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന കോഴ്സ് ചെയ്തിട്ട്, NLP എന്ന് പറഞ്ഞ കോഴ്സ് ചെയ്തിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഒരു സർട്ടിഫൈഡ് മാസ്റ്റർ പ്രാക്ടീഷണർ ആയിട്ട് മാറി. അങ്ങനെ അദ്ദേഹം എന്ന് വെച്ചാൽ അതിനുശേഷം കാലഹാൻ എന്ന് പറഞ്ഞിട്ടുള്ള TFT എന്ന് പറയുന്ന മെത്തേഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആളുടെ അടുത്ത് പോയിട്ട് TFT പഠിക്കുകയും ആ ഐഡിയാസ് ഉപയോഗിച്ചിട്ടെന്ന് വെച്ചാൽ അദ്ദേഹം അതിനെ കൂടുതൽ സ്പെസിഫിക് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഡിഫറെന്റ് മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് അദ്ദേഹം അതിന് വേറൊരു പേരിട്ടു, EFT എന്ന് പറഞ്ഞിട്ട്. അതായത് അദ്ദേഹം അതിൽ എന്ന് വെച്ചാൽ മൂവി ടെക്നിക്ക്, ടിയർലെസ് ട്രോമ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പുതിയ കുറെ സംഗതികൾ ആഡ് ചെയ്ത് അദ്ദേഹം കൂടുതൽ റിസർച്ച് ചെയ്തിട്ട് എന്ന് വെച്ചാൽ അദ്ദേഹം, ഇപ്പൊ ഗാരി ക്രെയ്ഗ് ആണ് EFTയുടെ ഫൗണ്ടിങ് മാസ്റ്റർ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് എന്ന് വെച്ചാൽ, എന്നാൽ മാട്രിക്സ് റീഇംപ്രിന്റിംഗ് എന്ന് പറയുന്ന ഒരു സംഗതി കൂടിയുണ്ട്. ഇതിൽ പിന്നെയും അഡ്വാൻസ്ഡ് ആയിട്ട് പോകുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആളാണ് കാൾ ഡോസൺ. അദ്ദേഹമാണ് എൻ്റെ ഗുരു ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്നെ ട്രെയിൻ ചെയ്തിട്ടുള്ള ആളിലൊരാൾ. അപ്പോൾ ഗാരി ക്രെയ്ഗിൽ നിന്ന്, കാലഹാനിൽ നിന്ന് ഗാരി ക്രെയ്ഗ് പഠിക്കുന്നു. ഗാരി ക്രെയ്ഗിൽ നിന്ന് മെട്രിക്സ് റീഇംപ്രിന്റിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാം ഡെവലപ്പ് ചെയ്തുകൊണ്ട് EFTയിൽ തന്നെ കാൾ ഡോസൺ അദ്ദേഹം അത് പഠിക്കുന്നു. അദ്ദേഹമാണ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന രൂപത്തിൽ അദ്ദേഹത്തിന്റെ അടുത്ത് നേരിട്ട് ട്രെയിനിങ് ചെയ്യാൻ പറ്റി കഴിഞ്ഞ വർഷം. അപ്പോ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, എന്താണ് EFT എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ EFTയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ, EFT എന്ന് വെച്ചാൽ എല്ലാ ഇമോഷൻസും വരുന്നത് എവിടെ നിന്നാണ്? ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഇമോഷൻസും നമുക്ക് നമ്മളുടെ എന്താണ്, 1 minute, എവറി ഇമോഷൻസ് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. എവറി ഇമോഷൻസ്, സോറി, ദ കോസ് ഓഫ് ഓൾ നെഗറ്റീവ് ഇമോഷൻസ് ഇസ് എ ഡിസ്റപ്ഷൻ ഇൻ ദ ബോഡി. നമ്മുടെ ശരീരത്തിൽ എല്ലാ ഇമോഷൻസും ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഒരു എനർജി ഫ്ലോ ഉണ്ട്. ബോഡിയിൽ ഒരു എനർജി ഫ്ലോ ഉണ്ട്, ഒരു ഊർജം നമ്മളുടെ ശരീരത്തിലൂടെ പാസ് ചെയ്തു പോകുന്നതാണ്. ആ എനർജി ഫ്ലോ എന്ന് പറയുന്നത് ഊർജത്തിന്റെ ഒഴുക്ക് എന്ന് പറയും. ഇതാണ് ശരീരത്തെ ബാലൻസ് ചെയ്ത് നിർത്തുന്നത്, ഇമോഷൻസിനെ ബാലൻസ് ചെയ്ത് നിർത്തുന്നത്. എന്നാൽ ആ എനർജി ഫ്ലോ ബ്ലോക്ക് ആകുമ്പോൾ, അത് തടസ്സപ്പെടുമ്പോൾ, അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒഴുക്കിനെ, നല്ല രീതിയിലേക്ക് ഒഴുകുന്ന ആ ഒരു ഒഴുക്കിനെ ഡിസ്റപ്ഷൻ, അതിനൊരു തടസ്സം ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് അറ്റാക്ക് ചെയ്യപ്പെടുക. മനസ്സിലാവുണ്ടോ? ഡിസ്റപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കറക്റ്റ് വേർഡ് എന്താ? ഡിസ്റപ്ഷൻ എന്നുള്ളതിന്റെ കറക്റ്റ് വേർഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ, അത് ഒരു ഡിസ്റപ്ഷൻ ഉണ്ടാക്കുന്ന പറയുന്ന എങ്ങനെ പറയാ, ഇമ്പാക്ട് ആണ്, മൊത്തത്തിൽ ഇങ്ങോട്ട് തകർത്ത് കളയുക എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ നമ്മുടെ ശരീരത്തിലെ ഊർജത്തിന്റെ ആ ഒഴുക്കിനെ
പ്രോപ്പറായിട്ട് എനർജി ഫ്ലോ, ആ ഫ്ലോവിന് തടസ്സമായി നിൽക്കുമ്പോൾ എന്തായി മാറും? എനർജി ബ്ലോക്ക് ആയി പോകും, ഒഴുക്ക് പ്രോപ്പറായിട്ട് നടക്കില്ല. അപ്പൊ അത് ഓരോ സെല്ലുകളിലൂടെയാണ് എനർജി പാസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ, ഒരു പെയിൻഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മെമ്മറി, അല്ലെങ്കിൽ ഒരു വിഷമഘട്ടം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു 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 ട്രോമ പോലത്തെ ഒരു സംഗതി സംഭവിക്കുകയാണ്, വേദനാജനകമായ ഒരു അനുഭവം നമുക്കുണ്ടാകും. അതൊരാൾ നമ്മളോട് ചിലപ്പം ചീത്ത പറഞ്ഞതായിരിക്കാം, നമ്മളെ പരിഹസിച്ചതാവാം, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയതാവാം, നമ്മളെ ഫിസിക്കലി അസോൾട്ട് ചെയ്തതായിരിക്കാം. എന്തോ ആയിക്കോട്ടെ, വേദന ഉണ്ടാകുന്ന ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്താകും? ആ ഒരു മെമ്മറി എന്താകും? ആ മെമ്മറി അല്ലെങ്കിൽ ആ ഒരു എനർജി അവിടെ സ്റ്റോർ ചെയ്യപ്പെടും. ഒരു നെഗറ്റീവ് എനർജി നമ്മളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ ഒരു തടസ്സം, അവിടെ എനർജി ഫ്ലോക്ക് അവിടെ പ്രോബ്ലമാണ്. ആ ഒഴുക്ക് ഫ്ലോ ബ്ലോക്ക് ആകുന്നതോടുകൂടി എന്ത് സംഭവിക്കും? നമ്മളുടെ ഇമോഷൻസ് ചേഞ്ച് ആകാൻ തുടങ്ങും. ഇമോഷൻസിന് പ്രശ്നങ്ങളുണ്ടാവും. നമുക്ക് ഒന്നുകിൽ അത് അവിടെ പ്രോപ്പറായിട്ട് ആ ഫ്ലോ നേരെയാക്കിയിട്ടില്ല എങ്കിൽ, അത് ഹീല് ചെയ്ത് നേരെയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ശരീരത്തിൽ അസുഖങ്ങൾ ഉണ്ടാവാം. ഓക്കെ, പല അസുഖങ്ങളുടെയും കാരണം. മൈഗ്രെയിൻ ഉള്ളവരുണ്ടോ? ഒന്ന് കമന്റ് ചെയ്ത്, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത്. മൈഗ്രെയിൻ പ്രശ്നമുള്ള ആൾക്കാരൊന്ന് കമന്റ് ചെയ്തു. ഒരുപാട് വർഷങ്ങളായിട്ട് ചില പ്രത്യേക രീതിയിലുള്ള ഹെഡേക്ക്, ചില ആൾക്ക് പ്രത്യേക രീതിയിലുള്ള ചില അസുഖങ്ങൾ എത്രയായിട്ട് മാറുന്നില്ല. ബാക്ക് പെയിൻ, ഓക്കെ, ബാക്ക് പെയിൻ ഉള്ള ആൾക്കാർ. ഇതിന് ഇപ്പോ മൈഗ്രെയിൻ ആയിക്കോട്ടെ, ചില ബാക്ക് പെയിൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചില അസുഖങ്ങൾ, ശരീരത്തിന്റെ ചില ഭാഗങ്ങളിലുള്ള വേദനകൾ, ഓക്കെ, ഇങ്ങനെയുള്ള മറ്റു പല അസുഖങ്ങളും. ഇപ്പോ നമുക്ക് എന്താ വെച്ചാല്, ഇവിടെ മെറ്റാഫിസിക്കൽ അനാട്ടമി എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട്. അത് എഴുതിയിരിക്കുന്നത് ഇവട്രോസ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്, ഇതേ മേഖലയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പം മെറ്റാ ഹെൽത്ത് എന്ന് പറയുന്ന പഠന മേഖലയിൽ ഇവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിന്റെ ഒരുവിധം ഭാഗങ്ങൾ, ഒരുവിധം അസുഖങ്ങളെല്ലാം, അതിനെല്ലാം ഈ എനർജി ഫ്ലോ തടസ്സപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളാണെന്ന് പറയുന്നത്. ഒരുവിധം അസുഖങ്ങളെല്ലാം നമ്മുടെ എനർജി ഫ്ലോ തടസ്സപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്നതാണ്. അപ്പോ ഈ എനർജി ഫ്ലോ തടസ്സപ്പെടുന്നത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തെങ്കിലും ഒരു കാരണമുണ്ടോ? പല അസുഖങ്ങളും അത് സൈക്കോസൊമാറ്റിക് ഡിസീസ് എന്ന് പറയും, മനോജന്യ രോഗങ്ങൾ എന്ന് പറയും. സൈക്കോസൊമാറ്റിക് എന്ന് പറഞ്ഞാൽ മനോജന്യ, മനസ്സിന്റെ നമ്മളുടെ ഉള്ളിലുള്ള എനർജി ഫ്ലോ പ്രോപ്പർ ആയിട്ട് നടക്കാത്തത് കൊണ്ട്, നമുക്ക് ഇമോഷണൽ ബ്ലോക്കുകൾ ഉള്ളത് കൊണ്ട് ഉണ്ടാവുന്ന അസുഖങ്ങളാണ്. ഇതിന് നമുക്ക് എന്താ വെച്ചാല്, ഇതിന്റെ കറക്റ്റ് കാരണം കണ്ടെത്തി കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ ചില അസുഖങ്ങൾ ഉണ്ടാവുന്നത് എന്ത് ബേസ് ചെയ്തിട്ടാണ്? അവരുടെ ഇമോഷൻസ് ബ്ലോക്ക് ചെയ്തത് കൊണ്ടാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു അസുഖം നമുക്ക് എടുക്കാം. ഒരു നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള, ഇപ്പോ ഇടത്തെ കൈയിന്റെ ഷോൾഡറിൽ പ്രശ്നമുണ്ടെന്ന് കൂട്ടിക്കും, ഇടത്തെ കൈയിന്റെ ഷോൾഡറിൽ പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കാരണമായിട്ടുള്ള അസുഖം എന്തായിരിക്കും? എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ അതിന്റെ കാരണമായിട്ട് പറയുന്ന അസുഖങ്ങൾ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, നോക്കിയിട്ട് ഞാൻ പറഞ്ഞത്. അതായത് ഷോൾഡറിലാണെന്നുണ്ടെങ്കിൽ, ലെറ്റ് മീ ജസ്റ്റ് ഗൈഡ് യു ത്രൂ. ഓക്കെ, ഡിസ്ലൊക്കേറ്റഡ് ഷോൾഡർ. പലപ്പോഴും എന്താ വെച്ചാല് ഇവിടെ ഷോൾഡർ എന്ത് ചെയ്യുക, പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് എങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള എന്താ വെച്ചാല് ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ, ലെഫ്റ്റ് ഷോൾഡർ ഡിസ്ലോക്കേറ്റഡ്, ലെഫ്റ്റ് ഷോൾഡർ ഇടത്തെ തോളിന് പ്രശ്നമുള്ളതാണെന്നുണ്ടെങ്കിൽ പറയുന്നത് ട്രോമ റിലേറ്റഡ് ടു ഫീലിംഗ് ലെഫ്റ്റ് ബിഹൈൻഡ്, നോട്ട് ഗുഡ് ഇനഫ് ടു ബി പാർട്ട് ഓഫ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്രോജക്റ്റ് ഓർ ജേർണി. നമ്മളെ ചെറുപ്പം മുതലേ നമ്മൾ വേണ്ട രീതിയിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഗെയിം കളിക്കുക, കുട്ടികൾ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത്
ആ സമയത്ത് കുട്ടിയെ കളിയിൽ ഉൾപ്പെടുത്തി. ഓക്കെ, ഒരു ട്രോമയാണ് പറയുന്നത്. അതല്ലെങ്കിൽ ഒരു പ്രൊജക്ട് ചെയ്യുകയാണ്. ആ പ്രൊജക്ട് സമയത്ത് അതിൽ ഉൾപ്പെടുത്തിയില്ല. എല്ലാ കാര്യങ്ങളിലും മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള ഒരു അനുഭവം ഉണ്ടെങ്കിൽ അത് വലിയ പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അതെന്തായി മാറും? അതൊരു ട്രോമയായിട്ട് മാറും. ആ ട്രോമ ഈ പറഞ്ഞിരിക്കുന്ന ലെഫ്റ്റ് ഷോൾഡറിനെ ബാധിക്കും, അതിന്റെ ഹെൽത്തിനെ ബാധിക്കും, അതിന്റെ അസുഖങ്ങളെ ബാധിക്കും. നെക്സ്റ്റ് എന്താണ്? ദിസ് കുഡ് ബി റിലേറ്റഡ് ടു റിലീജിയസ് മാനിപ്പുലേഷൻ വെർ യു ഫീൽ കോൺഫ്ലിക്റ്റഡ് വിത്ത് യുവർ ഗോൾസ്, വാല്യൂസ് ആൻഡ് യുവർ ഫാമിലീസ് റിലീജിയസ് വാല്യൂസ് ആൻഡ് പ്രൊജക്ഷൻസ്. അതായത് വേറൊരു കാരണം പറയുന്നത്, നമ്മളുടെ മതപരമായ വിശ്വാസങ്ങളും നമ്മുടെ ലക്ഷ്യങ്ങളും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ, മതപരമായ വിശ്വാസങ്ങൾ ഭയങ്കരമായിട്ട് ഉള്ളിലുണ്ട്, എന്നാൽ അതേ സമയത്ത് കുടുംബം വളരെ മതത്തിൽ വിശ്വസിക്കുന്ന അല്ല ഓർത്തഡോക്സ് ഫാമിലി, എന്നാൽ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്. ഇത് രണ്ടും തമ്മിൽ ഒത്തുപോകാൻ കഴിയുന്നില്ലെങ്കിൽ, ഉള്ളിൽ ഭയങ്കര കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഉള്ളിൽ വല്ലാണ്ട് സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ഷോൾഡറിൽ പെയിൻ വരാൻ സാധ്യതയുണ്ട്. മനസ്സിലാവുന്നു ഞാൻ പറയുന്നത്? ഓക്കെ, അപ്പൊ എന്നോട് ചോദിക്കുന്നുണ്ട് ബാക്ക് പെയിൻ പറഞ്ഞു തരുമോ? ലൈക്ക് വി ക്യാൻ ഡിസ്കസ് ദാറ്റ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, മീറ്റപ്പിന് വരിക, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം, ഒരുപാട് കാരണങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് എന്താ വെച്ചാല്, കോൺഫ്ലിക്റ്റ് വിത്ത് വാല്യൂസ് ആൻഡ് യുവർ ഫാമിലി റിലീജിയസ് വാല്യൂസ് ആൻഡ് യു ഫീൽ അൺസേഫ് ടു ബി യുവർ സെൽഫ്. അതേപോലെ നമുക്ക് എന്താ വെച്ചാൽ നമ്മളായിരിക്കാൻ നമുക്ക് പറ്റുന്നില്ല. കാരണം ഇങ്ങനത്തെ മതപരമായിട്ടുള്ള വിശ്വാസങ്ങൾ ഭയങ്കരമായിട്ടുണ്ടായി. ചില ആൾക്കാർ നന്നായിട്ട് നല്ല കഴിവുണ്ടാവും ചില ഏരിയയിൽ, പക്ഷെ അവർക്ക് അവരായിട്ട് ആ കഴിവുകൾ പുറത്തെടുക്കുമ്പോഴാണ് അവർക്ക് അവരായിട്ട് നിൽക്കാൻ പറ്റുക. പക്ഷെ വിശ്വാസങ്ങൾ കാരണം അല്ലെങ്കിൽ ഈ നിയന്ത്രണങ്ങൾ കാരണം നമുക്ക് നമ്മളെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയാതെ വരുന്ന ആൾക്കാർക്കും ഷോൾഡർ പെയിന് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഷോൾഡർ പെയിന് മാത്രമല്ല, ഷോൾഡർ ഇടയ്ക്കിടയ്ക്ക് ഡിസ്ലൊക്കേറ്റഡ് ആവുന്ന പ്രശ്നങ്ങൾ, ഇത് ഇമോഷണൽ റീസൺ എന്നാ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്? നെക്സ്റ്റ്, ഹൗ ഡു യു ഫീൽ അബൌട്ട് യുവർ സെൽഫ് ആൻഡ് യുവർ ടാലൻസ്. നമ്മുടെ കഴിവുകളെ കുറിച്ചും നമ്മളെക്കുറിച്ചും നമുക്ക് സേഫ് ആയിട്ട് ഫീൽ ചെയ്യണം. അത് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. നമുക്ക് നല്ല ഉള്ളിൽ നല്ല കഴിവുണ്ട്, അത് പുറത്തെടുക്കാൻ കഴിയാതെ സ്റ്റക്കായി നിൽക്കാം. ആൻഡ് ക്യാൻ യു സീ ദ ബ്യൂട്ടി ഇൻസൈഡ് യു ദാറ്റ് അതേഴ്സ് ക്യാൻ സീ, യു മേ ഹാവ് ലൈക്ക് എ ചാലഞ്ചിങ് റിലേഷൻ വിത്ത് യുവർ മദർ. ഇതും അല്ലെങ്കിൽ വേറെ പ്രശ്നം എന്താകാം? പല കാരണങ്ങളുണ്ട്, ഒരൊറ്റ കാരണമല്ല, പല കാരണങ്ങളുണ്ട്. അതിലൊരു വേറെ കാരണം എന്ന് വെച്ചാൽ, മാതാവുമായിട്ട്, ഉമ്മയുമായിട്ടോ അല്ലെങ്കിൽ അമ്മയുമായിട്ട് മാതാവുമായിട്ട് എന്ത് ചെയ്യുന്നു, നല്ലൊരു റിലേഷൻഷിപ്പ് ഇല്ലാത്ത അവസ്ഥയാണ് എങ്കിലും ഷോൾഡർ ഡിസ്ലൊക്കേഷൻ പ്രോബ്ലംസ് ഉണ്ടാകാം. ഇനി റൈറ്റ് ഷോൾഡർ ആണെങ്കിൽ എന്താ സംഭവിക്കുക? റൈറ്റ് ഷോൾഡറിന് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം പറയുന്നത്, ഡോണ്ട് ഫീൽ കോൺഫിഡന്റ് ഇൻ ലീഡർഷിപ്പ് റോൾസ്. വലിയ ഉത്തരവാദിത്തങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കോൺഫിഡന്റ് ഇല്ല, അവിടെ ഭയങ്കര സ്ട്രെസ് ഫീൽ ചെയ്യുക. യു ആർ ഓവർ കോമ്പൻസേറ്റ് വിത്ത് അഗ്രഷൻ ആൻഡ് സ്റ്റബേർനെസ് ടു ഹൈഡ് ഹൗ യു ജെനുവൻലി ഫീൽ അബൌട്ട് സർക്കംസ്റ്റൻസ് ആൻഡ് പൊസിഷൻ വിത്തിൻ ദ കമ്പനി. അതായത് ഒരു വലിയ ഉത്തരവാദിത്തങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്തങ്ങൾ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഡീൽ ചെയ്യാതെ, നമ്മൾ ആ ഒരു ഇതിൽ സ്ട്രെസ്ഡ് ആണ്, ആ സ്ട്രെസ് മുഴുവൻ എന്ത് ചെയ്യുന്നു, വല്ലാണ്ട് ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ട്, ചൂടായിക്കൊണ്ട്, ആൾക്കാരുടെ മെക്കിട്ട് കയറിയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ കഴിവില്ലായ്മയെ അല്ലെങ്കിൽ നമ്മളുടെ നെർവസ്നെസ്സിനെ, നമ്മളുടെ ഭയത്തെ നമ്മൾ മറച്ചു വെക്കാൻ ശ്രമിക്കുന്ന ഒരു കവറപ്പ്, ഒരു മാസ്കിംഗ് സ്വഭാവം നമുക്കുണ്ട് എങ്കിൽ റൈറ്റ് ഷോൾഡറിൽ പെയിൻ വരണം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, there are many reasons. You feel there are no powerful resources to reach out to when you need it. നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള, നമുക്ക് ഹെൽപ്പ് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഹെൽപ്പ് ചോദിക്കാൻ നമുക്ക് ആളില്ല. കാരണം നമ്മൾ ഏറ്റവും ടോപ്പ് ലെവലുള്ള ആളാണ്, നമ്മൾ ടോപ്പ് ലെവലുള്ള ഒരാളായി നിന്നു, ഒരു ലീഡറാണ്. നമുക്ക് ആരോട് ഹെൽപ്പ് ചോദിക്കാനില്ല, അല്ലെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചോദിക്കുന്നില്ല. എന്നാൽ നമുക്കറിയാം നമ്മൾ വീക്കാണ്, നമുക്ക് പ്രശ്നങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളൊരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ബോഡി പെയിനുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ഇത് മാത്രമല്ല, ഒരുപാട് കാരണങ്ങൾ ഇതിന്റെ ഡീപ്പർ ലെവലിൽ കാരണങ്ങൾ ഉണ്ടാവും. ആ കാരണങ്ങൾ സ്പെസിഫിക് ആയിട്ടുള്ള ജനറലി വരുന്ന കാരണങ്ങളാണ് ആദ്യം ഞാൻ പറഞ്ഞത്. ഇതിന്റെ ഡെപ്തിലേക്ക് പോകുമ്പോൾ വേറെയും കുറെ കാരണങ്ങൾ പറയുന്നു. അപ്പൊ ഇതുപോലെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഓരോ ഇമോഷൻസും ഓരോ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളെ ബാധിക്കുന്നു, പല അസുഖങ്ങളെയും ബാധിക്കുന്നു. അപ്പൊ പല അസുഖങ്ങൾക്കും, ഇത് ഞാൻ പറയുന്നത് 100% അസുഖങ്ങളും ഈ കാരണത്താലാണ് എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. പക്ഷേ
98% അസുഖങ്ങൾക്കും ഇത്തരത്തിലുള്ള കാരണങ്ങളുണ്ട്. അല്ലെങ്കിൽ അധിക അസുഖങ്ങൾക്കും ഇമോഷണൽ ആയിട്ടുള്ള ഒരു റീസണും, അല്ലെങ്കിൽ നോർമലി ഡോക്ടേഴ്സ് ചികിത്സിച്ചിട്ട് മെഡിക്കലി ചികിത്സിച്ചിട്ട് മാറാത്ത എത്രയോ അസുഖങ്ങളുണ്ട്, ഇല്ലേ? എത്രയോ ഡോക്ടേഴ്സിനെ കാണിച്ചു, എത്രയോ മരുന്ന് കഴിച്ചു, മാറുന്നില്ല. വാട്ട് ഈസ് ദ റീസൺ? അപ്പൊ അതിന്റെ യഥാർത്ഥ റീസൺ എന്ന് പറയുന്ന പലപ്പോഴും എന്താ വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന എന്താണ്, ഇമോഷണൽ ബ്ലോക്ക്, അല്ലെങ്കിൽ എന്താ പറയുക, എനർജി ബ്ലോക്ക് ആണ്. അപ്പൊ ആ എനർജി ബ്ലോക്ക് നമുക്ക് എന്ത് ചെയ്യണം? കറക്റ്റ് ചെയ്യണം. അത് എനർജി ബ്ലോക്കിന്റെ ഫ്ലോ കറക്റ്റ് ചെയ്യണം. ശരീരത്തിൽ ഓരോ ഭാഗങ്ങളിലും, ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും വേദനാജനകമായ നിമിഷങ്ങൾ ഉണ്ടായതിന്റെ ഭാഗമായിട്ട് 10,000-ലധികം ട്രോമാറ്റിക് എക്സ്പീരിയൻസ് നമുക്കുണ്ടായിട്ടുണ്ട്. 3,000-ലധികം. ഈ ട്രോമാറ്റിക് എക്സ്പീരിയൻസിൽ നിന്നെല്ലാം നമുക്ക് എന്തുണ്ടാകും? നമ്മുടെ ശരീരത്തിൽ എനർജി ഫ്ലോ ബ്ലോക്ക് ചെയ്യപ്പെടും. അതായത് നിങ്ങളൊരു എക്സാമ്പിൾ പറയും. നിങ്ങളൊരു വീട്ടിലേക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് എന്ത് ചെയ്യണം? സ്കൂളിൽ വിട്ട് പോവുകയാണ്, ഒരു ഇമാജിൻ. ഓക്കെ, നിങ്ങൾ വീട്ടിലേക്ക് സ്കൂളിൽ വിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളൊരു ഇടവഴിയിലൂടെ നടന്നു പോകാം നിങ്ങളുടെ വീട്ടിൽ. പെട്ടെന്ന് ഒരു പട്ടി അവിടുന്ന് ഓടി വരുന്നു. ഒരു ഡോഗ് ഓടി വരും. അപ്പോൾ ഈ പട്ടി ഓടി വരുന്ന സമയത്ത് നിങ്ങൾ ഇതിനെ കണ്ടിട്ട് എന്ത് ചെയ്യാണ്? പെട്ടെന്ന് അങ്ങ് പേടിച്ചു. ഈ പേടിക്കുന്ന സമയത്ത് നിങ്ങൾ കടന്നു പോകുന്ന സ്റ്റേറ്റ് ഉണ്ട്. ഒന്നുകിൽ ഫൈറ്റ് ഓർ ഫ്രീസ്. ഒന്നുകിൽ ഫൈറ്റ് ചെയ്യണം. നമുക്ക് ഫൈറ്റ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണ് എങ്കിൽ സംഭവിക്കുക എന്താണ്? ഉടനെ നമുക്ക് സംഭവിക്കാം ഫ്രീസോ, അല്ലെങ്കിൽ നമ്മൾ ഫ്രീസ് ആയി പോകുന്ന സ്റ്റക്ക് ആയി പോവുക. പേടിച്ചിട്ട് അവിടെ ഒന്നും ചെയ്യാൻ കഴിയാതെ സ്റ്റക്ക് ആയി അടുക്കും, വല്ലാത്തൊരവസ്ഥയിൽ. അതും അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ അവിടുന്ന് പേടിച്ചിട്ട് അങ്ങ് ഓടി രക്ഷപ്പെടും. രണ്ടും ആണെങ്കിലും ശരി, നമ്മളുടെ ഉള്ളിൽ നമ്മൾ പറയും ജീവൻ പോയി എന്ന് പറയും. നമ്മളുടെ ജീവൻ പോകുന്ന ഒരു അവസ്ഥയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ ഈ ഒരു എക്സ്പീരിയൻസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു വല്ലാത്ത ഷോക്ക്, ഒരു ഇലക്ട്രിക് ഷോക്ക് സംഭവിക്കുന്നുണ്ട്. ഒരു വല്ലാത്തൊരു നെഗറ്റീവ് ചാർജ്, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമോഷൻസിന്റെ ചാർജ് നമ്മുടെ ശരീരത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ആ നെഗറ്റീവ് ചാർജ് നമ്മുടെ സെല്ലുകളിൽ എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യപ്പെടും. അത് പുറത്തേക്ക് പോയിട്ടില്ല. ആ നെഗറ്റീവ് ചാർജ്, ആ ഒരൊറ്റ ഇൻസിഡന്റ് മതി നമ്മളിൽ പല ആൾക്കാർക്കും പല അസുഖങ്ങളും, പല ബിഹേവിയറൽ ചേഞ്ചും, പല സംഗതിക്കും ചിലപ്പോൾ അത് കാരണമാണ്. ആ ഒരൊറ്റ പേടിയോടുകൂടി പിന്നെ ഡോഗനെ കാണുമ്പോൾ പേടിയായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ പിന്നെ പേടിയാണ്, അങ്ങോട്ട് പോകാനേ പേടിയാണ്, എടുക്കാനേ പേടിയാണ്. സ്വപ്നത്തിൽ ചിലപ്പം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും, ഉറങ്ങാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും ഒരൊറ്റ പ്രശ്നത്തിന് ശേഷം. ആ ഒരൊറ്റ ഇൻസിഡന്റിന് ശേഷം ചിലപ്പോൾ പല അസുഖങ്ങളും തുടരെയായിട്ട് വന്നിട്ടുണ്ടാവും കൂടി. പക്ഷെ ഈ ഇൻസിഡന്റുമായിട്ട് യാതൊരു ബന്ധമുള്ളതായിട്ട് വീട്ടുകാർക്ക് തോന്നില്ല. കാരണം എന്താ? ഈ ഇൻസിഡന്റുമായിട്ട് നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നു. ആ കുട്ടിക്ക് പിന്നെ കാലങ്ങളായിട്ട് പല അസുഖങ്ങൾ വരുന്നുണ്ടാവും. അതിന്റെ കാരണം ചിലപ്പോൾ ഈ ഒരൊറ്റ ഇൻസിഡന്റ് ആയി. ഇതുപോലെ പേടിച്ചിട്ടുള്ള, ഭയന്നിട്ടുള്ള, ഷോക്കായിട്ടുള്ള എത്ര ഇൻസിഡന്റ് നമുക്കുണ്ടായിട്ടുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ തന്നെ ചില ആൾക്കാർ നമ്മളെ വല്ലാണ്ട് ഷോക്ക് അടിപ്പിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്, അല്ലെ? പേടിപ്പിക്കും, ജംസ്കെയർ ചെയ്യിപ്പിക്കുക. ലൈക്ക് നമ്മൾ എന്ന് വെച്ചാൽ വാതിലിന്റെ മറവിൽ നിന്നിട്ട് പേടിപ്പിക്കുക, ചെറുപ്പത്തിൽ വെറുതെ പേടിപ്പിക്കുക, ഇനി ഒന്നും വേണ്ട. അപ്പൊ ഒരുപാട് നമുക്ക് ഇത്തരത്തിലുള്ള പേടിച്ച സംഗതികളുണ്ട്. അപ്പൊ നമ്മളെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെയുള്ള പേടിക്കുന്ന ഇൻസിഡന്റുകളിലൂടെ കടന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഇതെല്ലാം എന്താണ്? നെഗറ്റീവ് ചാർജ് ആയിട്ട് നമ്മളുടെ ബോഡിയിൽ കിടക്കും. ഇത് ഹീൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾക്കോ പ്രശ്നങ്ങൾക്കോ കാരണമാകും. അസുഖങ്ങൾ മാത്രമല്ല, അടുത്ത സംഗതി ഇതാണ് വരുന്നത്. ഇത് നമ്മളിൽ എല്ലായ്പ്പോഴും ഒരു എനർജി ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യും. ആ എനർജി ബ്ലോക്ക് എന്താ സംഭവിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള പല എക്സ്പീരിയൻസ് ആണ്. ചിലപ്പോ മണി ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതേപോലെ പണം ചോദിച്ച സമയത്ത് മാതാപിതാക്കളോടോ മക്കളോടോ അവരോട് പണം ചോദിച്ച സമയത്ത് നന്നായിട്ട് അവർ ഷൗട്ട് ചെയ്തു, നമ്മൾ എന്തെങ്കിലും വാങ്ങിത്തരാൻ പറഞ്ഞു, നന്നായിട്ട് ഷൗട്ട് ചെയ്തു. കുഞ്ഞു കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മൾ വാശി പിടിക്കൂലേ? ആ സമയത്ത് വാശി പിടിച്ച സമയത്ത് നന്നായിട്ട് അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നേരെ അത് എന്തുമായിട്ട് പോകും? മണി ബ്ലോക്കുമായിട്ട് കണക്റ്റഡ് ആവും. മനസ്സിലാവുന്നുണ്ടോ? പണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു എനർജി ബ്ലോക്ക് ആയിട്ട് കണക്റ്റഡ് ആവും. ആ ഇമോഷൻസ് എന്ത് ചെയ്യും? ആ എക്സ്പീരിയൻസ് എന്താണോ, എന്ത് അനുഭവമാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു കുട്ടി എന്ത് ചെയ്തു? എന്തോ വാങ്ങിച്ചു വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. കടയിൽ ചെന്നപ്പോ, ഷോപ്പിങ്ങിന് പോയപ്പോ, അല്ലെങ്കിൽ പുറത്തേക്ക് പോയപ്പോ വാശി പിടിച്ചിട്ട് എന്താ വെച്ചാൽ അത് വാങ്ങിച്ചു കൊടുത്തില്ല എന്ന് മാത്രമല്ല, നന്നായിട്ട് 2 അടി അങ്ങോട്ട് കൊടുത്തു.
എന്താ സംഭവിക്കാം? ആ കുട്ടി ആഗ്രഹിച്ചൊരു കാര്യം, വാങ്ങാൻ ആഗ്രഹിച്ചൊരു കാര്യം, കിട്ടാൻ ആഗ്രഹിച്ചൊരു കാര്യം ലൈഫിലേക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ആ കുട്ടിക്ക് അതിന് പകരം ട്രോമയാണ് കിട്ടിയിട്ടുള്ളത്, ഷോക്കാണ് കിട്ടിയത്. സ്വാഭാവികമായിട്ട് ആ കുട്ടിക്ക് എന്തുണ്ടാകും? അബണ്ടൻസ് ബ്ലോക്ക് വരും. അബണ്ടൻസ് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ എനർജി ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടും. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, അതിൽ നിന്ന് ലിമിറ്റിംഗ് ബിലീഫ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊന്നും ഞാൻ അർഹിക്കുന്നില്ല. അപ്പൊ അർഹത എന്ന് പറയുന്ന ഒരു സംഗതി എന്നിലേക്ക് വരാൻ ഞാൻ അത് അർഹിക്കുന്നില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുമ്പോൾ എനിക്ക് ചിലപ്പോ എന്താണ്? ട്രോമയാണ്, പ്രശ്നങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ്, പെയിനാണ്. ഈ ഒരു എനർജി ബ്ലോക്കോടെ പെയിൻ ഇത് നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അബണ്ടൻസ് വരാൻ വലിയ ബ്ലോക്കായിട്ട് മാറും. ഐശ്വര്യം, സമ്പൽ സമൃദ്ധി വരാൻ ബ്ലോക്കായിട്ട് മാറും. അപ്പൊ നമ്മൾ EFT ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇമോഷണൽ ബ്ലോക്കുകളിൽ നിന്നെല്ലാം നമ്മളെ ഫ്രീ ആക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഈ പറഞ്ഞിരിക്കുന്ന സംഗതികളിൽ നിന്നെല്ലാം നമ്മളെ ഫ്രീ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഫ്രീ ആക്കിയിട്ട് നമ്മളുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുകയും നമ്മൾ ഇതിൽ നിന്നെല്ലാം ഫ്രീ ആവുകയും ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? നമ്മുടെ ലൈഫിലേക്ക് അബണ്ടൻസ് വരും. നമ്മുടെ ലൈഫിൽ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറും, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറും, ബോഡി പെയിൻ ഉണ്ടെങ്കിൽ അത് മാറും. നമ്മളുടെ പല ട്രോമാറ്റിക് എക്സ്പീരിയൻസിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരുപാട് റീപ്രോഗ്രാമിംഗ് സംഗതികളും ലിമിറ്റിംഗ് ബിലീഫുകളും പൊട്ടിപ്പോകും. നമ്മൾ ഫ്രീ ആവും, നമ്മുടെ അസുഖങ്ങൾ മാറും, എല്ലാം നമ്മളുടെ രീതിയിൽ ഹെൽത്തി ആയിട്ട് ബെറ്റർ ആയിട്ട് നമ്മൾ മാറി വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത്തരത്തിലുള്ള ഒരു ചേഞ്ചിലേക്ക് നമുക്ക് പോകാൻ ഒരു വലിയ അവസരമാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? മറക്കരുത്, നമ്മളുടെ EFT അവയർനെസ് പ്രോഗ്രാമിലേക്ക്, ആ കമ്മ്യൂണിറ്റി മീറ്റപ്പിലേക്ക് നിങ്ങൾ വരിക. നമ്മുടെ നോർമലി EFT പ്രോഗ്രാമിന്റെ ഫീ വരുന്നത് വെച്ചാൽ 10,000 rupees ഒക്കെയാണ് അതിന്റെ EFT പ്രോഗ്രാം ഫീ വരുന്നത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യപ്പെടാനും നിങ്ങളുടെ പ്രോബ്ലംസ് എന്താണെന്നുള്ള കുറേ പ്രോബ്ലംസ് നമ്മൾ അവിടെ ഐഡന്റിഫൈ ചെയ്യും. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ മൂല കാരണം നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മളവിടെ ഡിസ്കസ് ചെയ്യും. അതേപോലെ നിങ്ങൾക്കുള്ള ഒരു എന്താ പറയുക, ആ ഒരു അവയർനെസ്, ഇതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ള ഒരു അവസരം കൂടിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്താണ് ദ കോസ് ഓഫ് ഓൾ നെഗറ്റീവ് ഇമോഷൻ റിസപ്ഷൻ ദ ബോഡീസ് എനർജി സിസ്റ്റം? നമ്മുടെ ബോഡിയിൽ ഒരു എനർജി സിസ്റ്റം ഉണ്ട്. ആ എനർജി സിസ്റ്റത്തിന്റെ എനർജി ഫ്ലോ ഉണ്ട്. ആ എനർജി സിസ്റ്റത്തിന്റെ എന്ത് സംഭവിക്കുകയാണ്? ശരീരത്തിലുള്ള എനർജി സിസ്റ്റത്തിന്റെ ഒഴുക്കിന് തടസ്സം സംഭവിക്കുക ഓരോ ട്രോമ സംഭവിക്കുമ്പോഴും. അപ്പൊ ആ ഒഴുക്കിനെ നമ്മൾ എന്ത് ചെയ്യണം? ടാപ്പിംഗ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ആ ഒഴുക്കിനെ, എനർജി ബ്ലോക്കിനെ നമ്മൾ എന്ത് ചെയ്യണം? ഫ്ലോയെ റിമൂവ് ചെയ്യണം. അത് റിമൂവ് ചെയ്യുമ്പോൾ പഴയ പോലെയാവും. അപ്പോൾ എന്താകും? ആ ബ്ലോക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ അസുഖങ്ങളും മാറുന്നു. ഇതെങ്ങനെയാണ്? ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് ഇങ്ങനെയാണ്. ഇറ്റ്സ് എ വേർഷൻ ഓഫ് അക്യുപങ്ചർ. നമ്മൾ അക്യുപങ്ചർ കേട്ടിട്ടില്ലേ? അക്യുപങ്ചർ ചികിത്സ. അതിലുള്ളതുപോലെ അക്യുപ്രഷർ പോയിന്റ്സ് എന്ന് പറയുന്ന പോയിന്റ്സുകൾ, പ്രഷർ പോയിന്റ്സ്. ആ അക്യുപ്രഷർ പോയിന്റ്സുകളിൽ ടാപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിൽ ഹീലിംഗ് ചെയ്യുന്നത്, ട്രോമ ഹീലിംഗ് നടത്തുന്നത്. പക്ഷെ വിത്തൗട്ട് നീഡിൽസ്. അതിൽ അക്യുപ്രഷർ പോയിന്റ്സ് എന്താണ്? അവിടെ എന്തുണ്ട്? അക്യുപങ്ചറിൽ എന്തുണ്ട്? നീഡിൽസ് ഉപയോഗിക്കുന്നുണ്ട്, സൂചി ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? എന്നാൽ ആ നീഡിൽസ് ഇല്ലാതെ നമുക്ക് അക്യുപ്രഷർ സംഗതികൾ ചെയ്യുന്നതിന് തുല്യമായിട്ട് വരും. യുണീക് എക്സസൈസ് ദാറ്റ് കാംസ് യു ദാറ്റ് യു ക്യാൻ ക്ലിയർലി അബൌട്ട് യുവർ പ്രോബ്ലം. അതായത് നമ്മുടെ ഇമോഷൻസ് കംപ്ലീറ്റ്ലി ഫ്രീ ആക്കിക്കൊണ്ട് നമ്മൾ എന്ത് രക്ഷപ്പെടും. നമ്മുടെ ലൈഫിൽ എന്താ വെച്ചാൽ, ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതിപ്പോ ഒരു വാട്ടർ ബോട്ടിലാണ്. ഓക്കെ, നമ്മുടെ ഉള്ളിലുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ്, നമുക്കുണ്ടായിട്ടുള്ള ഒരു മെമ്മറി ഉണ്ടാവും, നമ്മുടെ ഒരു ട്രോമ, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഇപ്പൊ ആ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു പട്ടി ഓടി വരുന്നു, അത് കണ്ടു പേടിച്ചു. ആ ഒരു മെമ്മറി, ഈ മെമ്മറി നമ്മൾക്ക് ആ ഒരു അതിന്റെ ട്രോമ എന്ന് പറയുന്ന, അതിന്റെ പെയിൻ എന്ന് പറയുന്ന ഇത്രയുണ്ട് ഈ ബോട്ടിലുണ്ട്. എന്നാൽ ഈ ബോട്ടിലിന്റെ ടോപ്പ് പോലെയാണ് അതിന്റെ മെമ്മറി. ആ ഒരു ഇൻസിഡന്റ് നമുക്ക് നോർമലി കേൾക്കുമ്പോൾ ഇപ്പൊ എന്താ, ഒരു പട്ടി വന്നു, അത് കഴിഞ്ഞില്ലേ എന്ന് നമ്മൾ പറയും. ആ കഴിഞ്ഞില്ലേ എന്നുള്ളത് എന്താണ്? ആ മെമ്മറിയാണ്. ആ ഒരു പട്ടി വന്നു, ആ മെമ്മറിയാണ് നമുക്ക് തീർന്നിട്ടുള്ളത്. അതിന്റെ ട്രോമ നമ്മളിൽ നിന്ന് പോയിട്ടില്ല. ആ മെമ്മറി ഒരു പ്രാവശ്യം ഉണ്ടായതാ, പക്ഷെ ആ മെമ്മറി എപ്പോഴൊക്കെ ഓർക്കുമോ, അല്ലെങ്കിൽ എപ്പോഴൊക്കെ ഒരു ഡോഗിനെ കാണുമ്പോൾ ആ പഴയ മെമ്മറി ട്രിഗർ ചെയ്ത് വരും, പേടി വരും ഉള്ളത്. പഴയ മെമ്മറി എന്ന് ചിലപ്പോൾ വരുന്നോളുന്നില്ല, ആ പെയിന് വരും, ഒരു പേടി വരും, ഒരു ഷോക്ക് വരും. റൈറ്റ്? അപ്പൊ അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മെമ്മറി ഇത്രയേ ഉള്ളൂ. ഈ മെമ്മറി ഇതിൽ അറ്റാച്ച്ഡ് ആണ്. ഈ മെമ്മറിയിൽ
എന്ത് അറ്റാച്ച്ഡ് ആണ്? പെയിൻ അറ്റാച്ച്ഡ്, ഇമോഷൻ അറ്റാച്ച്ഡ്. ഇതാണ് ഇമോഷൻ. ഇത്രയും ഉണ്ട്, മെമ്മറി ഇത്രയേ ഉള്ളൂ. ഈ നമ്മുടെ EFT നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ മെമ്മറിയിൽ നിന്ന് ഇമോഷൻസിനെ എന്ത് ചെയ്യുന്നു? ഫ്രീ ആക്കി കളയും. ഇതങ്ങ് എടുത്ത് പുറത്തേക്ക് കളയും. മെമ്മറി അവിടെ ഉണ്ടാവും, പക്ഷെ ഈ മെമ്മറിക്ക് പിന്നെ എന്തില്ല? പെയിൻ ഇല്ല. പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുകയോ വീണ്ടും ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന പോലെ വെച്ചാല് ഒരു പട്ടിയെ കണ്ട് പേടിച്ചിട്ടുള്ള ഒരാള് പിന്നീട് അയാൾക്ക് എന്താ വെച്ചാല് ഈ EFT ഉപയോഗിച്ചിട്ട് അയാൾ അതിന്റെ പേടിയും ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ അങ്ങോട്ട് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹത്തിന് ആ മെമ്മറി മാത്രമേ ഉള്ളൂ. പിന്നീട് അദ്ദേഹത്തിന് ഡോഗിനെ കാണുമ്പോൾ ആ പേടി അതേപോലെ വരില്ല. ആ ഇമോഷൻസിൽ നിന്ന് അദ്ദേഹം ഫ്രീ ആയി. പേടി വരില്ല, ആ ബുദ്ധിമുട്ട് വരില്ല, ആ പ്രയാസം വരില്ല. നിങ്ങൾക്ക് അസിഡിറ്റി പ്രശ്നമുണ്ടോ? അസുഖമുണ്ടോ? എന്തോ ഒരു ചിന്ത, ഏതോ ഒരു മെമ്മറി നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. EFTയിൽ ഒരു മെത്തേഡ് ഉണ്ട്, ഫോളോയിങ് ദ എനർജി എന്ന് പറയുന്ന ഒരു മെത്തേഡ്. നമ്മളുടെ അല്ലെങ്കിൽ ചേസിങ് ദ പെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. ചേസിങ് ദ പെയിൻ എന്ന് പറയുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോ ഒരു എക്സാമ്പിൾ പറയാം. അസിഡിറ്റി പ്രശ്നം ഉണ്ടെങ്കിൽ, അതായത് ഗ്യാസിന്റെ പ്രശ്നം എന്ന് പറയില്ല. ഗ്യാസിന്റെ പ്രശ്നം നമ്മൾ പറയില്ല, ഭക്ഷണം കഴിക്കാൻ വൈകി കഴിഞ്ഞാൽ പ്രശ്നം, അല്ലെങ്കിൽ അങ്ങനെ പല പ്രശ്നങ്ങൾ പറയും. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്നേക്കുമായിട്ട് മാറ്റും. എത്രയോ കാലങ്ങളായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. അതിന് ചെയ്യേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ അതിന്റെ ആ ചേസിങ് ദ പെയിൻ, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ടാപ്പ് ചെയ്തിട്ട് നമ്മൾ ആ തോട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും? ഈ പെയിനിന്റെ പിന്നാലെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ മനസ്സിലേക്ക് എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് ഓർമ്മയിലേക്ക് ടാപ്പ് ചെയ്യുന്നതിനിടയിൽ നമ്മളൊന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക. എന്ത് കാര്യമാണ് ചെറുപ്പത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള, എന്ത് കാര്യമാണ് ഭക്ഷണവുമായി ബന്ധപ്പെട്ട്, ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്ത് ചിന്തകളാണ് നമ്മളുടെ ഉള്ളിലേക്ക് ഏറ്റവും വിഷമകരമായ ഒരു പ്രയാസം ഉണ്ടായത്? എന്റേത് ഞാൻ പറഞ്ഞു. എനിക്കുണ്ടായിരുന്നത് എന്താ വെച്ചാൽ, ഞാൻ ചെറുപ്പത്തിൽ തീരെ ഭക്ഷണം കഴിക്കില്ല. ഞാൻ മെലിഞ്ഞിട്ടായിരുന്നു. അത് മാത്രമല്ല, ഞാൻ തീരെ ഭക്ഷണം കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല എനിക്ക്. അതിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്താ വെച്ചാൽ, ഈ പറഞ്ഞിരിക്കുന്ന വെച്ചാൽ അതിന്റെ പ്രധാനപ്പെട്ട റീസൺ എനിക്കുണ്ടായിരുന്നത്, എനിക്ക് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് എന്നെ കൊണ്ട് മനഃപൂർവ്വം കഴിപ്പിക്കാൻ പറയും. മനഃപൂർവ്വം, എനിക്ക് ഇഷ്ടമില്ലെങ്കിലും മനഃപൂർവ്വം എന്നെ കൊണ്ട് കഴിക്കാൻ പറയും. അപ്പോ മനഃപൂർവ്വം കഴിക്കാൻ പറയുമ്പോൾ ഫോഴ്സ് ചെയ്തിട്ട് കഴിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. എനിക്ക് എന്റെ ഇഷ്ടത്തിൽ കഴിക്കണം. അപ്പൊ ഞാൻ എന്റെ ഇഷ്ടത്തിന് കഴിക്കുകയാണ്. അപ്പൊ ഞാൻ കഴിക്കുന്ന രീതിക്ക് എന്തോ പ്രശ്നമുണ്ട്. ഞാൻ ഭക്ഷണം കയ്യിലെടുത്ത് കൊണ്ടുപോകുന്ന വായിൽ വെക്കുന്ന രീതിക്ക് എന്തോ പ്രശ്നം. എന്റെ വീട്ടുകാർ എന്നും എന്നെ അതിന് പരിഹസിക്കുമായിരുന്നു, എന്റെ സഹോദരങ്ങളൊക്കെ. ഞാൻ ഇങ്ങനെയാണ് കഴിക്കുക, ഞാൻ കൈ ഈ രൂപത്തിലാണ് കൊണ്ടുപോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പരിഹസിക്കും. ഭക്ഷണം കഴിക്കുന്നത് എനിക്ക് എന്താണ്? എനിക്ക് പേടിയായിരുന്നു. മറ്റുള്ളവരുടെ മുൻപിൽ കഴിക്കുമ്പോൾ ഞാൻ എങ്ങനെയാ കഴിക്കുന്നത്, എന്റെ കൈ എങ്ങനെയാ ഞാൻ പിടിച്ചത്, ഞാൻ എങ്ങനെയാ വായിലേക്ക് വെച്ചത്. അപ്പൊ അവരിങ്ങനെ പറയും, നീ വായിലേക്ക് മുഴുവൻ കൈ കൊണ്ടുപോകും, അതിങ്ങനെ ഒരു വൃത്തികേടാണ്, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ എനിക്കറിയില്ല അതെങ്ങനെയാണ്. ചുരുക്കി പറയാ, അത് ഭയങ്കര ഒരു പ്രശ്നമായി മാറി. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, ഞാൻ നേരത്തിന് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അസുഖം ഉണ്ടാവും എന്നുള്ള പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമിങ് അവരും തുടങ്ങും. അപ്പൊ ഞാൻ ഭക്ഷണം കഴിക്കാൻ തീരെ താല്പര്യമില്ലാത്ത ഒരാളായി മാറുകയിൽ ഈ ഭക്ഷണം കഴിക്കുന്നതിൽ എനിക്ക് ഭയങ്കര സ്ട്രെസ്, ഈ തോട്ട് എന്നിൽ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ആയിട്ടുണ്ട്. ഞാൻ തെറാപ്പി ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്തു? ഈ തോട്ട് എനിക്ക് കറക്റ്റായിട്ട് കിട്ടി. ചെറുപ്പത്തിൽ ഞാൻ ഭക്ഷണം കഴിച്ച സമയത്ത് എനിക്കുണ്ടായിരുന്ന പ്രശ്നം ഇതാണ്, എന്നെ ഈ രൂപത്തിൽ പരിഹസിച്ചു. അത് കാരണം കണ്ടെത്തി അത് പ്രോപ്പറായിട്ട് ആ ഒരു ബിലീഫിനെ പൊട്ടിക്കണം നമ്മൾ. അത് ടാപ്പ് ചെയ്ത് അതിന്റെ ഹീലിംഗ് നമ്മൾ അതിന് കൂടെ കൊടുക്കുക. ആ ടാപ്പ് ചെയ്യുന്നതിനനുസരിച്ച് എനർജി ബ്ലോക്ക് റിമൂവ് ചെയ്ത് ആ മെമ്മറിയിൽ പോയിട്ട് അതിനെ ഹീൽ ചെയ്തിട്ട് റീപ്രോഗ്രാം ചെയ്യാൻ തുടങ്ങി. റീപ്രോഗ്രാം ചെയ്ത് ആ ഒരു കമാൻഡിനെ റീപ്രോഗ്രാം ചെയ്ത് അതിനെ റിമൂവ് ചെയ്ത് അവിടെ നമ്മൾ അടുത്ത പോസിറ്റീവ് ആയിട്ടുള്ള എംപവറിംഗ് ആയിട്ടുള്ള മറ്റൊരു ബിലീഫ് എനിക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ, ഒരു മെമ്മറി ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയതോടുകൂടി എന്ന് വെച്ചാൽ ആ ഒരു പ്രോബ്ലം അങ്ങോട്ട് പോയി എങ്കിൽ കംപ്ലീറ്റ്. പിന്നീട് എനിക്ക് അസിഡിറ്റി പ്രശ്നം ഉണ്ടായിരുന്നു. അതല്ലെങ്കിൽ എപ്പോഴൊക്കെ എനിക്ക് സ്ട്രെസ് വരും, അപ്പോഴൊക്കെ എനിക്ക് അസിഡിറ്റി പ്രശ്നം വരും. ഇതുപോലെ തന്നെയാണ് വായിൽ കൊണ്ടുവരുന്നത്.
അപ്പൊ എനിക്ക് വായിൽ ഇടയ്ക്ക് എനിക്ക് പുണ്ണ് വരും, വായിൽ പുണ്ണ് വന്നിട്ട് എന്ത് ചെയ്യും, എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. സ്ട്രെസ് ആ വർക്ക് റിലേറ്റഡ് ആയിട്ടായിരുന്നു അത്, പ്രോഡക്ടിവിറ്റി റിലേറ്റഡ് ആയിരുന്നു. എനിക്ക് എപ്പോഴാണോ വർക്ക് ചെയ്യാൻ കഴിയുന്നില്ല ഞാൻ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള ചിന്താഗതി വരുന്നത്, പലപ്പോഴും എനിക്കുണ്ടായിരുന്ന ഒരു പ്രശ്നമാണ്. ഞാൻ വർക്ക് ചെയ്യുന്നില്ല, ഞാൻ വളരെ മടിയനാണ്, ഞാൻ ഫേക്കാണ്, ഞാൻ ശരിയല്ല എന്നുള്ള തിങ്കിങ് എനിക്ക് വല്ലാണ്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ ഞാൻ വർക്ക് ചെയ്യും, പക്ഷെ എന്നാലും എനിക്ക് അങ്ങനെ ഫീൽ. എത്രയോ ആൾക്കാർക്ക് ഈ പ്രശ്നമുണ്ട് അല്ലേ, ഇൻകൺസിസ്റ്റൻസി പ്രശ്നം. അപ്പൊ ഇത് പല രീതിയിൽ. അപ്പൊ എനിക്കതുമായി ബന്ധപ്പെട്ടെന്ന് വെച്ചാൽ വായിൽ പുണ്ണ് വന്നിട്ടുണ്ട്. അപ്പൊ പല റീസൺസ് ഉണ്ട്. വായിൽ പുണ്ണ് വരുന്നതിന് വേറെ റീസൺ ഉണ്ട്. അപ്പം എന്താണ് നിങ്ങൾക്കുള്ള, അപ്പൊ അത് കറക്റ്റ് ആയിട്ട് കണ്ടെത്തി അതിലേക്ക് നമ്മൾ ട്യൂൺ ചെയ്ത് നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, EFT അപ്ലൈ ചെയ്ത്, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവുന്നു ഈ പറഞ്ഞിരിക്കുന്ന പ്രോബ്ലംസ് എന്നേക്കുമായിട്ട് മാറ്റാം. അപ്പം എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യാൻ വരിക, ഇത്രയും വളരെ ഫീ കുറഞ്ഞിട്ടുള്ള ഒരു രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ ആ ഹോട്ടൽ എക്സ്പെൻസ് മാത്രം കവർ ചെയ്യുന്ന രൂപത്തിലാണ് 1100 രൂപയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. നിങ്ങൾ വരിക, ഈ കമ്മ്യൂണിറ്റിയെ കുറിച്ച് ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച്, ഈ സംഗതിയെ കുറിച്ച് ഒരു അവയർനെസ് നിങ്ങൾക്ക് തരിക, നിങ്ങളുടെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ അവസരം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. അപ്പോൾ മറക്കരുത്, 7-ാം തീയതി രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ നമ്മൾ ഒത്തുകൂടാൻ പോവാണ്. എല്ലാവരും EFT ഇതുവരെ പരിചയപ്പെടാത്തവർ വരണം, EFT ഇതുവരെ ചെയ്യാത്തവർ വരണം. നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഈ ഗ്രൂപ്പിൽ വരുന്ന എല്ലാ ആൾക്കാരും വരിക, വന്നിട്ട് എന്ത് ചെയ്യുക, പരമാവധി ആൾക്കാർ എന്ത് ചെയ്യണം, പങ്കെടുക്കണം. പങ്കെടുത്തിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾക്കൊരു അവസരമാണ്, ദിസ് ഇസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ട്രോമ ഹീലിംഗ് നമ്മൾ നടത്തണം. അപ്പൊ നമ്മളുടെ ബോഡിയിൽ എന്താ വെച്ചാൽ മെറീഡിയൻ പോയിന്റ്സ് എന്ന് പറയുന്ന പോയിന്റ്സ്, ഈ മെറീഡിയൻ പോയിന്റ്സിലാണ് നമ്മൾ ടാപ്പ് ചെയ്യുന്നത്. മെറീഡിയൻ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ മർമ്മം, നമ്മൾ കേട്ടിട്ടില്ല, മർമ്മത്തിലാണ് നമ്മൾ എന്ത് വെച്ചാൽ നമ്മൾ ഈ ടാപ്പ് ചെയ്യുന്നത്. ഒരുപാട് മെറീഡിയൻ പോയിന്റ്സ് ഉണ്ട് അതിൽ, മർമ്മത്തിൽ നമ്മൾ. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളാണ് EFTക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഒരു സ്ഥലമാണ് ഇത്, കൈയിന്റെ ഇവിടെ. അപ്പം മൊയ്നുദ്ദീൻ PV, നമുക്ക് EFT പഠിക്കാൻ കഴിയുമോ? ഇവിടെ EFT പഠിക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിന്റെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായില്ല എന്താ അതുകൊണ്ട് ഉദ്ദേശിച്ചത്. നിങ്ങൾ അവിടെ വരുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ ഹീൽ ചെയ്യുന്നു, അതേപോലെ തന്നെ EFTയെ കുറിച്ച് പഠിക്കൽ തന്നെയാണ് അവിടെ നടക്കുന്നത്. അവയർനെസ് മനസ്സിലാക്കുക എന്നുള്ളത്. അല്ലാതെ EFT ട്രെയിനർ ആവാൻ പഠിക്കില്ല, തെറാപ്പിസ്റ്റ് ആവാനും പഠിക്കില്ല. അതവിടെ പഠിപ്പിക്കുന്നില്ല. കാരണം അത് പഠിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് പഠിപ്പിക്കാൻ പാടില്ല. EFT തെറാപ്പിസ്റ്റ് ആയിട്ട് പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇന്ത്യയിൽ അല്ലെങ്കിൽ വേൾഡിൽ തന്നെ ഒരൊറ്റ സ്ഥാപനത്തിന് അതിന് ലൈസൻസ് ഉള്ളൂ. ആ ലൈസൻസ് ഉള്ള സ്ഥാപനം മാത്രമേ അത് പഠിപ്പിക്കാൻ പാടുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ അതിന്റെ അണ്ടറിൽ വരുന്ന കോഴ്സ് വരും, അത് നമ്മൾ നടത്തും. ആ സമയത്ത് അത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യും, അനൗൺസ് ചെയ്യും. അതല്ലാതെ നമുക്ക് അവിടെ പഠിപ്പിക്കാൻ എന്ത് ചെയ്യില്ല, അവകാശമില്ല. ഓക്കെ, ലൊക്കേഷൻ കാലിക്കറ്റ് ആണ്. കാലിക്കറ്റ് വെച്ചിട്ടാണ് നടക്കുന്നത്. നിങ്ങൾ എല്ലാവരും വരണം. കാലിക്കറ്റ് വെച്ചിട്ട് വൈകുന്നേരം രാവിലെ 9 മണി. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രോമ ഹീൽ ചെയ്യുക, നിങ്ങളുടെ അവയർനെസ് വർദ്ധിപ്പിക്കുക, EFTയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുക. ഒരിക്കലും EFT തെറാപ്പിസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുന്ന കോഴ്സ് അല്ല ഇത്. നിങ്ങളുടെ ലൈഫിലെ ട്രോമാസ് ഹീൽ ചെയ്യുക, നിങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുക, നിങ്ങളുടെ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. പരസ്പരം നമ്മൾ എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു EFT കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് ഒരു സേഫ് സ്പേസ് എല്ലാവർക്കും വേണം. നമ്മൾക്കൊക്കെ എല്ലാവർക്കും വേണ്ട ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. അപ്പൊ ആ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന നമുക്ക് അസുഖങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ടെൻഷൻസും വിഷമങ്ങളും വറീസും കാര്യങ്ങളും ഉണ്ട്. അതൊരു 30 വയസ്സിന് ശേഷം വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ഇതെല്ലാം 30 വയസ്സ് വരെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. 30 വയസ്സിന് ശേഷം പല അസുഖങ്ങളായിട്ട് മാറും അല്ലെ. നിങ്ങൾക്ക് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, പല പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കാര്യങ്ങളൊക്കെ ഉണ്ട് പലർക്കും. ഇതെല്ലാം പലർക്കും എന്താ വെച്ചാൽ ഇതൊക്കെ കാരണം, ഡീപ്പ് ലെവലിൽ കാരണം എന്താണ്, നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന ഹീൽ ചെയ്യപ്പെടാത്ത ഇമോഷൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലുള്ള നെഗറ്റീവ് ചാർജുകൾ മൂലം ബ്ലോക്ക് ആയി കിടക്കുന്ന എനർജി ഉണ്ട്. ഇതിനെ പ്രോപ്പറായിട്ട് ഹീൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ പല അസുഖങ്ങളും മാറും, പല എനർജി ബ്ലോക്കുകൾ മാറും, പല അബണ്ടൻസ് ബ്ലോക്കുകൾ മാറും, പല വെൽത്ത് ബ്ലോക്കുകൾ മാറും, പല ഫൈനാൻഷ്യൽ ബ്ലോക്കുകൾ മാറും, പല മണി ബ്ലോക്കുകൾ മാറും. അതേപോലെ തന്നെ നിങ്ങളുടെ കരിയർ ബ്ലോക്ക് മാറും, എഡ്യൂക്കേഷൻ ബ്ലോക്കുകൾ മാറും, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്ലോക്കുകൾ മാറും. നമ്മൾ എന്തുകൊണ്ടാണ് ചില പ്രത്യേക രീതിയിൽ ദേഷ്യപ്പെടുന്നത്, നമ്മൾ എന്തുകൊണ്ടാണ് ചില പ്രത്യേക രീതിയിൽ ക്ഷമയില്ലാതെ ആവുന്നത്, നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് ചില പ്രത്യേക രീതിയിലുള്ള പാറ്റേണുകൾ ഡെവലപ്പ് ആയത്, നമ്മളുടെ ട്രോമകൾ മൂലമാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താവിനോട്, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് എന്താ വെച്ചാൽ ഭർത്താവിനോട് സംസാരിക്കുന്നില്ല, വിളിക്കുന്നില്ല, സംസാരിക്കുന്നില്ല, ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺ എന്താണ്?
അത് ആങ്സൈറ്റി അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന ഒരു സ്റ്റൈലാണ്. ആങ്സൈറ്റി അറ്റാച്ച്മെന്റ് ഇത് എവിടെ നിന്ന് ഉണ്ടാകുന്നതാണ്? നമ്മുടെ ട്രോമയിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്ന ഒരു സംഗതിയാണെന്ന് വെച്ചാൽ ആങ്സൈറ്റി അറ്റാച്ച്മെന്റ്. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. കം ആൻഡ് ജോയിൻ, ലേൺ അബൌട്ട് ദിസ്. അതേപോലെ അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ്. ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ ഈ പറഞ്ഞ പോലെ ആങ്സൈറ്റി അറ്റാച്ച്മെന്റ് ഉള്ള ഒരു ലൈഫ് പാർട്ണർ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താ വെച്ചാൽ ചില ഭർത്താക്കന്മാരെന്താകും, അല്ലെങ്കിൽ ചില വ്യക്തികൾ എന്താകും, ഇതൊന്നും സംസാരിക്കാൻ താല്പര്യമില്ലാത്തവർ. ഇതിന്റെ റീസൺ എന്താണ്? 2 റീസൺ ആണ്. അവർക്ക് ഇപ്പോ മാരേജിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ട്രോമയിൽ നിന്ന് കിട്ടിയതാവാം, അതല്ലെങ്കിൽ ചെറുപ്പത്തിൽ അവർ അനുഭവിച്ച ട്രോമയിൽ നിന്ന് കിട്ടുന്നതാവാം. ചെറുപ്പത്തിൽ അനുഭവിച്ചിട്ടുള്ള ട്രോമ എന്ന് പറയുന്നത് എന്താണ്? ആങ്സൈറ്റി അറ്റാച്ച്മെന്റ് ഉള്ള ആൾക്ക് എന്താ വെച്ചാൽ ചെറുപ്പത്തിൽ വേണ്ട രീതിയിൽ സ്നേഹം പ്രോപ്പറായിട്ട് കിട്ടിയില്ല, പരിഗണന പ്രോപ്പറായിട്ട് കിട്ടിയിട്ടില്ല. പ്രോപ്പറായിട്ട് പരിഗണന കിട്ടാതെ, സ്നേഹം കിട്ടാതെ, അല്ലെങ്കിൽ ആ സ്നേഹം കിട്ടേണ്ട സമയത്ത് വേറെ മക്കൾക്ക് കൊടുത്ത അവസ്ഥ, അതിന്റെ പേരിൽ വിഷമം. അനിയത്തിയെ കൂടുതൽ സ്നേഹിച്ചു, ജ്യേഷ്ഠനെ കൂടുതൽ സ്നേഹിച്ചു, അല്ലെങ്കിൽ മറ്റുള്ള മക്കളെ കൂടുതൽ സ്നേഹിച്ചു. ഇതിന്റെ പേരിൽ പ്രശ്നമുള്ള ആൾക്കാരുണ്ട്. ഇവർക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും. ആങ്സൈറ്റി അറ്റാച്ച്മെന്റ് ഇവർക്ക് ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അതല്ലെങ്കിൽ എന്താ വെച്ചാൽ അബാൻഡൻമെന്റ് അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അതായത് അബാൻഡൻമെന്റ്, ഇപ്പൊ മക്കള് മാതാപിതാക്കൾ ഡിവോഴ്സ് ആയിട്ടുള്ള സംഗതി, അത് അത്തരത്തിലുള്ള ട്രോമയിലൂടെ കടന്നു പോയതാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും. അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും കേൾക്കാൻ താല്പര്യമില്ല, പ്രശ്നങ്ങളൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല, എല്ലാത്തിലും നിന്ന് ഒളിച്ചോടുന്ന സംഭവം. ഒരു ചെറിയൊരു വഴക്കുണ്ടാകുമ്പോഴേക്കും ഇറങ്ങി പോകുന്ന സംഭവം. ലൈക്കിനോ അത് ഫേസ് ചെയ്യാൻ തയ്യാറല്ല, ഹീൽ ചെയ്യാൻ തയ്യാറല്ല, സംസാരിക്കാൻ തയ്യാറല്ലാത്ത അവസ്ഥ, സൈലന്റ് ആയി പോകുന്ന അവസ്ഥ, ഒന്നും മിണ്ടാതായി പോകുന്ന അവസ്ഥ, ഹീൽ ചെയ്യാൻ തയ്യാറല്ലാത്ത അവസ്ഥ. മനസ്സിലാവുന്നുണ്ടോ? ഫേസ് ചെയ്യാൻ തയ്യാറല്ല, പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും ഒളിച്ചോടുന്ന സംഭവം. അപ്പൊ അബാൻഡൻമെന്റ് എന്ന് പറയുന്ന സംഗതി ഫീൽ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് എന്ന് വെച്ചാൽ, അപ്പൊ ഇത്തരത്തിലുള്ള ഈ ട്രോമകളൊക്കെ നമ്മുടെ ശരീരത്തിലുണ്ട്. ഇത് നമുക്ക് EFT ഉപയോഗിച്ച് റിമൂവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, ഹീൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പ്രശ്നം മാറും. നിങ്ങൾ സെക്യൂർ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന സംഗതിയിലേക്ക് വരും. അതാണ് മൂന്നാമത്തത്. അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഉണ്ട്, ആങ്സൈറ്റി അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഉണ്ട്. രണ്ടും ഹെൽത്തി അല്ല, രണ്ടും ഓപ്പോസിറ്റ് ആണ്, നെഗറ്റീവ് ആണ്, എക്സ്ട്രീം ആണ്. എന്നാൽ സെക്യൂർ എന്ന് പറയുന്ന അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഉണ്ട്. ആ സ്റ്റൈലിലേക്ക് നമുക്ക് വരണം എന്നുണ്ടെങ്കിൽ ഇതിനെ EFT മെത്തേഡ് ഉപയോഗിച്ചിട്ട് ടാപ്പ് ചെയ്തിട്ട് ഹീൽ ചെയ്യാൻ പറ്റും. ഇത് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ എനർജി ബ്ലോക്കുകൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ പറഞ്ഞിരിക്കുന്ന ട്രോമ ഹീൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ സെക്യൂർ അറ്റാച്ച്മെന്റ് സ്റ്റൈലിലേക്ക് വരും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആ ഹീലിംഗ് മെത്തേഡുകൾ, സംഗതികളെ പറ്റി നമ്മൾ പഠിച്ചിരിക്കണം. ക്ലിയർ ആണോ പറയുന്നത്? അപ്പൊ കാലിക്കറ്റ് വെച്ച് നടക്കുകയാണ്. വെറും 1100 രൂപയുള്ളൂ, മറക്കരുത്. ദിസ് ഇസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. ആരൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്? അഷ്ന, യു ഹാവ് ഡൺ ദ രജിസ്ട്രേഷൻ ഐ തിങ്ക്. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. വേറെ ആരൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്? രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ലൈക്ക് താങ്ക് യു സോ മച്ച്. സുവൈന, കൺഗ്രാറ്റുലേഷൻ, വെരി ഗുഡ്, വെരി ഗുഡ്. ഹു എൽസ്? ജെറി ജോർജ് സാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? വരുന്നുണ്ടോ പ്രോഗ്രാമിന്? യെസ്, ബേബി ഷമീമ, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. അമീർ ഷാബി, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. സോ ലോട്ട് ഓഫ് പീപ്പിൾ ആർ രജിസ്റ്ററിംഗ്. സോ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അഷ്ന ഓർ ലൈക്ക് യുനോ അഷ്ന ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാൻ പറ്റുമോ? ലൈക്ക് യുനോ ജെറി സാർ പറഞ്ഞോളൂ. സാറേ, തലേദിവസം പറയാം. ഇച്ചിരി പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് ഇവിടെ. ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങൾ എന്തായാലും നോക്കിയിട്ട് എന്തായാലും വരാൻ ശ്രമിക്കൂ കേട്ടോ. വരാൻ ശ്രമിക്കാം. കാര്യം വന്നാൽ നഷ്ടമൊന്നും വരത്തില്ല, ലാഭമേ ഉള്ളൂ. കാരണം ഉറപ്പാണ്. കാരണം എന്ന് വെച്ചാൽ നേരിട്ട് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്ന പരിപാടിയാണ്, നേരിട്ട് ഹീൽ ചെയ്യുന്ന സംഭവമാണ്. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി റിയലി പവർഫുൾ. ഓക്കെ. ടൈമിംഗ് രാവിലെ 9 മുതൽ വൈകിട്ട് 5 മണി വരെയാണ് പ്രോഗ്രാം നടക്കുന്നത്. രാവിലെ ഒരു 9 മണിക്ക് രജിസ്ട്രേഷൻ തുടങ്ങും. ഒരു 10 മണിയോട് കൂടി നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, രജിസ്ട്രേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 9 മണിയോട് കൂടി അവിടെ ലൊക്കേഷനിൽ എത്തിയിട്ട് എന്താ വെച്ചാൽ 10 മണിക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യും? പ്രോഗ്രാം അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും, മറക്കരുത്. നിങ്ങൾ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടാണ് നമ്മൾ ഈ മീറ്റപ്പ് നടത്തുന്നത്. അപ്പൊ മീറ്റപ്പിലേക്ക് നിങ്ങൾ എല്ലാവരും വരണം, മറക്കരുത്. ദിസ് ഇസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ യു. ഇപ്പൊ ലൊക്കേഷൻ കിങ് ഫോർട്ട് ഹോട്ടലാണ്, കോഴിക്കോട് പാളയം സ്റ്റാൻഡിൽ നിന്ന് വെറും 500 മീറ്റർ ദൂരമേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു ഓട്ടോ വിളിച്ചു കഴിഞ്ഞാൽ 10 രൂപ കൊടുത്താൽ അല്ലെങ്കിൽ 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടേക്ക് എത്താം. കിങ് ഫോർട്ട് ഹോട്ടൽ ഈ പറഞ്ഞിരിക്കുന്ന രൂപത്തിൽ തന്നെ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനും തൊട്ടടുത്താണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് വരിക, പങ്കെടുക്കുക. ഫസ്റ്റ് പ്രോഗ്രാം, ഫസ്റ്റ് മീറ്റപ്പ് ആണ് നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയുടെ. നിങ്ങൾ എല്ലാവരും വരണം, എല്ലാവരെയും കാണണം, എല്ലാവർക്കും ഹീൽ ചെയ്ത് തരണം, എല്ലാവർക്കും പരമാവധി സപ്പോർട്ട് ചെയ്യണം, പരമാവധി കാര്യങ്ങൾ പറഞ്ഞു തരണം. നിങ്ങൾ ഓരോരുത്തരെയും എന്താ പറയുക, നിങ്ങളുടെ ആ ഒരു സ്നേഹം, സപ്പോർട്ട്, നമ്മൾ ഈ ഒരു എവറി ഡേ മോർണിംഗിൽ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ടുള്ള നിങ്ങളുടെ സ്റ്റോറീസ് കേൾക്കണം. അപ്പൊ നമുക്ക് സ്റ്റോറി ഷെയറിങ് സംഗതികൾ ഉണ്ടാവും. നിങ്ങളുടെ സ്റ്റേജിൽ നിങ്ങൾ
നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം. അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസും ആയിക്കോട്ടെ, ഭയങ്കര രസകരമായിട്ടുള്ള സംഗതി ആയിരിക്കും കേട്ടോ. ഒരുപാട് പേരുടെ സ്റ്റോറീസ് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വലിയ ഇൻസ്പിറേഷൻ നൽകും, വലിയൊരു പ്രചോദനം ഉണ്ടാകും. പിന്നെ എല്ലാവരെയും കാണുക, പരിചയപ്പെടുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, നിങ്ങൾ എല്ലാവരും വരണം. വന്നിട്ട് എന്ത് ചെയ്യണം, നമുക്ക് എന്താ വെച്ചാൽ ഇപ്പോൾ EFT ഇപ്പൊ നിങ്ങൾ എന്താ വെച്ചാൽ നമ്മുടെ EFT എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ വന്നേ പറ്റൂ. സോ നമ്മളുടെ ശരീരത്തിൽ നമുക്ക് എന്താ വെച്ചാൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് എന്താ പറയാ, ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പ്രോബ്ലം നമ്മുടെ ശരീരത്തിൽ എന്ന് വെച്ചാൽ എനർജി ഫ്ലോസ് നോർമൽ ആയിട്ടാണ് നമ്മുടെ ശരീരത്തിൽ എല്ലായ്പ്പോഴും നോർമലി നമ്മുടെ ശരീരത്തിൽ. പക്ഷെ ഒരു മെമ്മറി ട്രിഗർ ചെയ്യാണ്, ഒരു ട്രോമ മൂലം ഉണ്ടായിട്ടുള്ള ഒരു മെമ്മറി ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ എനർജി ഇംബാലൻസ് സംഭവിക്കും. എനർജി ഫ്ലോയിൽ എന്ത് സംഭവിക്കും, ഡിസ്ട്രപ്ഷൻ സംഭവിക്കും, ബ്ലോക്ക് ആവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഏതെങ്കിലും പഴയ ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താ വെച്ചാൽ ഒരു പട്ടിയെ കണ്ട് പേടിച്ച ഇൻസിഡന്റ് വീണ്ടും ഒരു പട്ടിയെ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പേടിക്കുകയാണ്. ഉടനെ നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യാണ്, ആ എനർജി ഫ്ലോ തടസ്സപ്പെടുന്നതോടുകൂടി എന്ത് സംഭവിക്കുക, എനർജി ഫ്ലോ നഷ്ടപ്പെടുന്നതോട് കൂടിയിട്ട് നമ്മുടെ നെഗറ്റീവ് ഇമോഷൻ വരുന്നു, നമ്മൾ ഡൗൺ ആകുന്നു, നമ്മളുടെ കൺസിസ്റ്റൻസിയെ അത് ബാധിക്കുന്നു. നമുക്ക് എന്തുകൊണ്ടാണ് കൺസിസ്റ്റൻസി ഇഷ്യൂ ഉള്ളത്? ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി ഉള്ളവരുണ്ട്, മടി പിടിക്കുന്നവരുണ്ട്. എന്തുകൊണ്ടാ? നമ്മുടെ എനർജി ഫ്ലോ കറക്റ്റ് അല്ല. എനർജി ഫ്ലോ കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺസിസ്റ്റൻസി പ്രശ്നം മാറും. നമ്മളുടെ എന്താ വെച്ചാൽ ഇപ്പൊ എല്ലായ്പ്പോഴും എന്താ വെച്ചാൽ നമ്മൾ അതിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഹീൽ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പൊ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആ ബ്ലോക്ക്, ടാപ്പിംഗ് റീംപ്ലേസ് എനർജി ഫ്ലോ ബൈ റിമൂവ് ദി ഡിസ്ട്രപ്ഷൻ. ഒരു എനർജി ഫ്ലോ നമ്മുടെ ശരീരത്തിലൂടെ ഒരു ഫ്ലോയിലൂടെ, ഇങ്ങനെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് പോലെ, ബ്ലഡ് നമ്മുടെ രക്തക്കുഴലിലൂടെ ഫ്ലോ ചെയ്ത് പോകുന്നതിലൂടെ അതിന് ബ്ലോക്ക് സംഭവിച്ചാൽ അത് സംഭവിക്കുക. അതേപോലെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന പറഞ്ഞതുപോലെ എനർജി ഫ്ലോ ബ്ലോക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു, നമ്മളുടെ എനർജി ഫ്ലോ കറക്റ്റ് ആകുന്നു. ഉടനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നെഗറ്റീവ് ഇമോഷൻസിൽ നിന്ന് നമ്മൾ ഫ്രീ ആകുന്നു. ക്ലിയർ ആണല്ലോ? അപ്പൊ അത് നമുക്ക് എന്താ വെച്ചാൽ ക്ലിയർ ആവുന്നതോടുകൂടി ഇത് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് EFT എന്ന് പറയുന്നത്. EFT ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് എന്താണ്? EFT ഈസ് ഈസി ടു ലേൺ. അത് പഠിക്കാൻ നല്ല എളുപ്പമാണ്. ആൻഡ് ഈസി ടു ഡു. അത് ചെയ്യാനും എളുപ്പമാണ്. 1 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഒരൊറ്റ മിനിറ്റിനുള്ളിൽ ടാപ്പിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ മൂഡ് ശരിയാക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത്രയ്ക്ക് പവർഫുൾ ആണ്. ആൻഡ് യു ക്യാൻ പുൾ അപ്പ് വാട്ട് ബോദേഴ്സ് യു ആൻഡ് ടേൺ ഇറ്റ് ഓഫ് ഓൺ എ പർപ്പസ്. നമുക്കെന്ന് വെച്ചാൽ നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ മനഃപൂർവ്വം മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് അത് എടുത്തിട്ട് ടാപ്പ് ചെയ്തിട്ട് ഹീൽ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്ത് പറയാൻ പറ്റും. അങ്ങനെ നമ്മൾ ഓരോന്നിനെയും എടുത്തിട്ട് ക്ലിയർ ചെയ്യണം. നമുക്ക് അതൊരു തെറാപ്പിസ്റ്റിന്റെ സഹായത്തോടു കൂടി ചെയ്യാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, ക്ലയന്റിന്റെ നമുക്ക് തന്നെ ഒറ്റയ്ക്ക് തന്നെ ചെയ്യാം. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു എന്താണെന്ന് വെച്ചാൽ ഇത് ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ സിസ്റ്റവുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ അതായത് ചൈനീസ് മെഡിസിൻ സിസ്റ്റം എന്താണ്, അക്യുപങ്ക്ചർ അല്ലെ, നമ്മൾ കേട്ടത് അക്യുപങ്ക്ചർ എന്ന് പറയുന്ന ചികിത്സയാണ്, അതുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോ നിങ്ങൾ വരിക, നിങ്ങൾ എന്ത് ചെയ്യണം, വന്നിട്ട് ഇതിനെ കുറിച്ച് കൂടുതൽ പഠിക്കണം. എന്നിട്ട് നമ്മുടെ ട്രോമാസ് നമുക്ക് ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് പോകണം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകിയത് ഒരു ക്യാപ്സ്യൂളാണ്. ഇതല്ല എനിക്ക് നൽകേണ്ടത്. ഇതിനെക്കുറിച്ചുള്ള ഡെപ്തിലുള്ള അവയർനെസ് നിങ്ങൾക്ക് നൽകണം. അതേപോലെ തന്നെ എന്താ വെച്ചാൽ നിങ്ങളുടെ എനർജി ബൂസ്റ്റ് ചെയ്യണം. നിങ്ങളുടെ ട്രോമാസ് കഴിയാവുന്നത് മുഴുവനും നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റില്ല അന്നത്തെ ഒരു ദിവസം, പക്ഷെ കഴിയാവുന്നത് പരമാവധി നമുക്ക് ഹീൽ ചെയ്യണം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എല്ലാം ഒന്ന് ഫ്ലറിഷ് ആക്കി എടുക്കണം. അതേപോലെ തന്നെ നമ്മൾ ആസ് എ ടീം എല്ലാവരുടെയും അവയർനെസ്സും എനർജിയും നമുക്ക് എന്ത് ചെയ്യണം, ഉയർത്തിക്കൊണ്ടുവരണം. ക്ലിയർ ആണോ? ഓക്കെ. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങൾ ഗൾഫിലുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ പറഞ്ഞയക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ പറഞ്ഞയക്കുക. ദിസ് ഇസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. ലെറ്റ്സ് ഹീൽ ആൻഡ് ഫീൽ ഗ്രേറ്റ്. ലെറ്റ്സ് ഹീൽ ആൻഡ് ഫീൽ ദ ലൈഫ് നമുക്ക് എന്ത് ചെയ്യാം കേട്ടോ, നമ്മുടെ ലൈഫ് നമുക്ക് ഫീൽ ചെയ്ത് ജീവിക്കാം. ഫുള്ളി പ്രസന്റ് ആയിട്ട് ഫീൽ ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് മാറണം. അപ്പൊ അതിന് നമുക്ക് എന്താ വെച്ചാൽ നമ്മളെ ഹീൽ ചെയ്യാനുള്ള ഏറ്റവും നല്ല മെത്തേഡാണ് പാളയത്തിൽ ഇറങ്ങിയാൽ മതി. പാളയം ഇറങ്ങിയാൽ മതി. അമീർ ഷാബി, നിങ്ങൾ പാളയം ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ വിളിച്ചാൽ മതി. കിങ് ഫോർട്ട് ഹോട്ടൽ പറഞ്ഞാൽ മതി, അവിടേക്ക് എത്തും. അല്ലെങ്കിൽ കിങ് ഫോർട്ട് ഹോട്ടൽ ചോദിക്കുക, നേരെ 500 മീറ്റർ നടക്കുക, അവിടേക്ക് എത്തും. മഴയൊക്കെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ നിങ്ങൾ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഓട്ടോ വിളിക്കുക. 10-20 രൂപയേ ഉള്ളൂ. 10 രൂപ കൊടുത്താൽ, എനിക്കറിയില്ല എക്സാക്ട്ലി എത്രയാണ്, നിങ്ങൾ മിനിമം ചാർജ് ഉണ്ടാവും, ആ ചാർജ് കൊടുത്താൽ മതി.
ദാറ്റ്സ് ഇറ്റ്. അപ്പോ എന്താ വെച്ചാല് EFT കഴിഞ്ഞവർക്ക് വരാൻ പറ്റുമോ? തീർച്ചയായിട്ടും EFT കഴിഞ്ഞവർക്ക് വരാം. ലിയാഖത്ത് അലി PK, EFT കഴിഞ്ഞവർക്ക് വരാം. അവിടെ വന്നിട്ട് രജിസ്റ്റർ ചെയ്താൽ മതി. അവിടെ വന്നിട്ട് രജിസ്ട്രേഷൻ പ്രോസസ്സ് അല്ല, മുൻകൂട്ടി നിങ്ങൾ രജിസ്ട്രേഷൻ നടക്കണം. കാരണം നമ്മളുടെ ഹോട്ടലിൽ പേയ്മെന്റ് അവിടെ നമ്മൾ മിനിമം ഇത്ര സീറ്റ് ഉണ്ട് നമ്മൾ ബ്ലോക്ക് ചെയ്തത്. ആ സീറ്റ് നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി പറഞ്ഞാലേ പറ്റുള്ളൂ. കാരണം ഫുഡ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. രാവിലെ 9 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ വെൽക്കം ഡ്രിങ്ക് ഉണ്ടാവും, ടീ ഉണ്ടാവും, സ്നാക്സ് ഉണ്ടാവും, പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈവനിങ്ങിൽ ടീ സ്നാക്സ് അത് കഴിഞ്ഞിട്ട് നമ്മൾ പിരിയും കേട്ടോ. നിയർ ജയലക്ഷ്മി സിൽക്സ്. ജയശ്രീ ആണോ ജയലക്ഷ്മി അല്ലേ? ഐ തിങ്ക്സ്. സോ എങ്ങനെയാണ് വരേണ്ടത് എന്ന് ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല. ഷൈന വിനോദ്, നിങ്ങൾ പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്യാം. പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? വിളിക്കേണ്ട നമ്പർ ഇവിടെ കൊടുക്കാം, 8086880775. ഈ നമ്പറിലേക്ക് നിങ്ങൾ പേയ്മെന്റ് എടുക്കുക കേട്ടോ. ഇതിൽ ഗൂഗിൾ പേ ചെയ്താൽ മതി. 8086880775. 1100 രൂപയാണ് നമ്മൾ അതിന്റെ പ്രൈസ് ചാർജ് വരുന്നത്. അതിലേക്ക് എന്ത് ചെയ്യുക? നിങ്ങൾ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക കേട്ടോ. ട്രെയിനാണ് വരുന്നത്. ഓക്കെ, ട്രെയിനാണ് വരുന്നെങ്കിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നടക്കാനുള്ള ദൂരമുള്ളൂ. വളരെ അടുത്താണ്, നടക്കാനുള്ള ദൂരമുള്ളൂ. നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്നു, നേരെ നിങ്ങൾ ക്രോസ് ചെയ്ത് നടന്നു വരാനുള്ള ദൂരമുള്ളൂ. അതും അല്ലെങ്കിൽ അവിടുന്ന് നേരെ ഒരു ഓട്ടോ വിളിച്ചാൽ മതി. ഈ പറഞ്ഞ ഇതേ ദൂരം തന്നെ, 500 മീറ്റർ 600 മീറ്റർ ഉള്ളൂ. പാളയത്ത് നിന്ന് വരുന്ന അതേ ദൂരം തന്നെ കേട്ടോ. സോ നിങ്ങൾ എന്ത് ചെയ്യുക? അത്രയും ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സോ നിങ്ങൾ വരിക, പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഡേറ്റ് 7-ാം തീയതിയാണ്, 7th-നാണ് കേട്ടോ. 7th-നാണ്, അതായത് ഈ വരുന്ന നാളെ, ഇന്ന് ഞായറാഴ്ച, അടുത്ത ഞായറാഴ്ചയാണ് പ്രോഗ്രാം നടക്കുന്നത്, നെക്സ്റ്റ് സൺഡേ. അപ്പൊ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക? പ്രോഗ്രാമിലേക്ക് വരിക. ഒരു കാരണവശാലും നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂട്ടി വരാൻ പറ്റുമെങ്കിൽ വരിക. കാരണം ഈ ഒരു പ്രോഗ്രാം ഈ ഒരു ഫീസിൽ നിങ്ങൾക്ക് ഒരിക്കലും ലഭിക്കില്ല. ദിസ് ഇസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ യു. കം ആൻഡ് ജോയിൻ. ലെറ്റ്സ് ട്രാൻസ്ഫോം യുവർ ലൈഫ്, ലെറ്റ്സ് ഹീൽ യുവർ പ്രോബ്ലംസ്. ഓക്കെ, അതിനുള്ള ഒരു അവസരമായിട്ട് ഉപയോഗപ്പെടുത്താൻ മറക്കരുത്. എന്തായാലും വരണം. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എന്താ വെച്ചാൽ അതിന്റെ ചെറിയൊരു ഇൻഫർമേഷൻ നൽകി ഫർദർ. മോളെയും കുട്ടിയെ വരുന്നത് ഷൈന. മോളെയും കുട്ടി വരുമ്പം ശരിക്കും പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ ചെറിയ കുട്ടികളെ കൂട്ടി വരരുത്. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ 15 വയസ്സിന് മുകളിലുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്താ വെച്ചാൽ ഈ പ്രോഗ്രാമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുക. പിന്നെ മക്കളെ കൂട്ടി കുട്ടികൾ ചെറിയ കുട്ടികളൊക്കെ ആയിട്ടുണ്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കൂടെ ഒരാളും കൂടെ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് എന്ത് ചെയ്യണം? കുട്ടികളെ, നിങ്ങൾക്ക് മാത്രമേ പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാൻ കഴിയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. കുട്ടികളായിട്ട് പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാൻ കഴിയില്ല, അങ്ങനത്തെ സംഗതി ഉണ്ട്. 18 years ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2 പേർക്കും കൂടെ രജിസ്റ്റർ ചെയ്തോളൂ. 2 പേരും രജിസ്റ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യുക? 2 പേരും കൂടെ പ്രോഗ്രാമിൽ പങ്കെടുക്കുക കേട്ടോ. അപ്പോൾ 2 പേരും കൂടെ രജിസ്റ്റർ ചെയ്താൽ 2 പേർക്കും ഗുണം ചെയ്യും കേട്ടോ. അപ്പൊ ആ രൂപത്തിലേക്ക് എന്ത് ചെയ്യുക? പങ്കെടുക്കുക. നിങ്ങൾക്ക് എന്തായാലും ഗുണം ചെയ്യും. കാരണം നിങ്ങളുടെ ഫുഡ് എക്സ്പെൻസ് കാര്യങ്ങൾ കവർ ചെയ്യൽ നിർബന്ധമാണ്. അത് നമ്മളുടെ ഒരു എക്സ്പെൻസ് അല്ല. നമ്മൾ ഈ പ്രോഗ്രാമിൽ ഒരു എക്സ്പെൻസും എടുക്കുന്നില്ല, ഒരു സംഗതി എടുക്കുന്നില്ല. അവിടെ ഹോട്ടലിലെ മിനിമം എക്സ്പെൻസ് കവർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. പേഴ്സണലായിട്ട് എന്നോട് സംസാരിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും അതിനുള്ള അവസരം ഉണ്ടാക്കി തരാം. നിങ്ങൾ വരും കേട്ടോ. എന്നോട് സംസാരിക്കാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടാക്കി തരാം. പരമാവധി കിട്ടുന്ന സമയം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അത് ചെയ്യും കേട്ടോ. അപ്പം എല്ലാവർക്കും അതിനുള്ള അവസരം ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ചില ആൾക്കാർക്ക് വളരെ റെയർ കേസ്, ചിലപ്പോൾ അത്യാവശ്യ കേസുള്ളവരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അത് ചെയ്തു തരുന്നതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക? വരിക, നിങ്ങളുടെ ഇഷ്യൂസ് നമുക്ക് കേൾക്കാം, പ്രോബ്ലം സോൾവ് ചെയ്യാം. പിന്നെയും നമുക്ക് അവസരങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും മീറ്റപ്പ് വെക്കും, വീണ്ടും പ്രോഗ്രാമുകൾ വെക്കും, വീണ്ടും നമുക്കൊരു സേഫ് സ്പേസ് കമ്മ്യൂണിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കും. അതിലൂടെ എല്ലാവരും പരസ്പരം ഹീൽ ചെയ്യുന്ന രീതിയിലുള്ള ആൾക്കാരുടെ ഒരു സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ, അപ്പൊ നമുക്കത് മാറ്റാം. എക്സാം ഫിയർ ഉണ്ട്, അതൊക്കെ നമുക്ക് മാറ്റാം. എന്തായാലും പ്രോഗ്രാമിലേക്ക് എന്ത് 2 പേരും രജിസ്റ്റർ ചെയ്തോളൂ, രജിസ്റ്റർ ചെയ്തിട്ട് വന്നോളൂ കേട്ടോ. ഓക്കെ, അതെങ്ങനെ ടാപ്പ് ചെയ്ത് ഹീൽ ചെയ്ത് കളയാം എന്നുള്ളത് നമുക്ക് പഠിപ്പിക്കാം. വറീഡ് ആവണ്ട. ഓക്കെ, വിഷമങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാം. സോ എന്തായാലും എന്താ വെച്ചാൽ നിങ്ങൾ നല്ല രീതിയിലേക്ക് എന്താ വെച്ചാൽ വരിക. സ്റ്റേ എക്സൈറ്റഡ്. ഐ എം റിയലി എക്സൈറ്റഡ് ഈ ഒരു മീറ്റപ്പിലേക്ക്. എനിബഡി ഫ്രം കണ്ണൂരിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ? ഒരുമിച്ച് വരാൻ പറ്റുന്നവരൊക്കെ ഒരുമിച്ച് വരിക. ഓക്കെ, ഗ്രൂപ്പിൽ നിങ്ങൾ ചോദിക്കുക പ്രോഗ്രാമിലേക്ക് വരാൻ വേണ്ടിയിട്ട് കേട്ടോ. സോ ഇക്ബാൽക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അല്ലെ? ഇക്ബാൽക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഹി ഈസ് കമ്മിങ്. ഷൈന വിനോദ് ഈസ് കമ്മിങ്. സോ മെനി പീപ്പിൾ ആർ കമ്മിങ് ആൻഡ് പ്ലീസ് കം. ഡോണ്ട് ഫൊർഗെറ്റ്, നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള മീറ്റപ്പ് ആണിത്. ഈ മീറ്റപ്പിൽ നിങ്ങൾ വിജയിപ്പിക്കൽ നമ്മുടെ കടമയാണ്. നിങ്ങൾ വരണം, വിജയിപ്പിക്കുക കേട്ടോ, മറക്കരുത്. ഓക്കെ, അപ്പൊ അഷ്ന, hope you have registered. Shaila, please. Anita ma'am, please come and join. Don't forget. I know yes, every day നിങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ വരുന്ന എല്ലാവരും ഉണ്ട്. ഒരുപാട് പേര് ഇവിടെ രാവിലെ വരുന്ന ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട്. വരുന്നവരെല്ലാവരും എന്ത് ചെയ്യുക? പ്രോഗ്രാമിലേക്ക് വരിക, എന്നിട്ട് എന്ത് ചെയ്യാൻ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അഷ്ന പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ്.
ഗുഡ് മോർണിംഗ്. സാറ് പറഞ്ഞ പോലെ സത്യമാണ്. ഒരു പ്രോഗ്രാമിലേക്ക് ഇതിൽ വന്നു കഴിഞ്ഞാല് പിന്നെ റിപ്പീറ്റ് ആയിട്ട് ഓരോ പ്രോഗ്രാമിലേക്ക് വന്നുകൊണ്ടിരിക്കാൻ തോന്നും. കാരണം നമ്മൾ അത്രക്ക് ഫ്രീ ആവാണ്, മൈൻഡ് ടോട്ടലി ചേഞ്ച് ആവാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത്രയും മാറ്റം വരുന്നുണ്ടല്ലോ, അതിനനുസരിച്ച് നമുക്ക് വന്നുകൊണ്ടിരിക്കാന്ന് ഇങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും ഓരോ പ്രോഗ്രാമും. പിന്നെ കറക്റ്റ് നമ്മള് സാറ് പറയുന്ന രീതിയിൽ ചെയ്താൽ മാത്രമാണ് റിസൾട്ട് ഉണ്ടാവുക. പക്ഷെ ആ ചെയ്താല് നല്ല റിസൾട്ട് ഉണ്ട്. അപ്പൊ അത് നേരിട്ട് തന്നെ ഒന്ന് അനുഭവിച്ചറിയണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വേഗം സ്റ്റാർട്ടിങ് തന്നെ സാറോട് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഫ്ലൈൻ ഉണ്ടാവണം എന്നുള്ളത്. ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഫസ്റ്റ് തന്നെ രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഇതിങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്, അതിന് നല്ല റിസൾട്ട് ഉണ്ട്. അപ്പൊ ശരിക്കും അത് നേരിട്ടും കൂടെ ആവുമ്പോ നമുക്ക് ഒന്നും കൂടെ ഇനി നമ്മൾ ടാപ്പ് ചെയ്യുമ്പോ ഇത് ഇവിടെ കറക്റ്റ് ആണോ, ഇവിടെ ചെയ്യുന്ന കറക്റ്റ് ആണോ എന്നൊക്കെയുള്ള ഒരു ചെറിയ ഡൗട്ടിലാ ചിലപ്പോ ചെയ്യാം. ഇത് നേരിട്ട് ചെയ്യുമ്പോൾ അതിനായിട്ടുള്ള നല്ലൊരു റിസൾട്ട് കിട്ടൂലേ, നല്ല മാറ്റം. ഓരോന്നിനും അഫർമേഷന്, ബ്രെയിൻ ജിം, പിന്നെ മെഡിറ്റേഷന്, ഫോർ സെൽഫ് ഓർഗനൈസ്, ഓരോന്നെടുത്താലും എല്ലാത്തിനും അതിൻ്റെതായ നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഓരോ സെക്ഷനും നമ്മൾ വരുമ്പോഴേക്കും ജോയിൻ ചെയ്യുക. ചില സമയത്ത് ക്യാഷ് ഒന്നും ഉണ്ടാവാറില്ല, പക്ഷെ എങ്ങനെയെങ്കിലൊക്കെ വന്ന് എല്ലാത്തിലും. ഞാൻ സാറ് രണ്ടാമത്തെ പ്രോഗ്രാം ചെയ്ത് മൂന്നാമത്തെയാണ് ഇപ്പോൾ ഓഫ്ലൈൻ വരുന്നത്. അപ്പൊ എന്ത് പ്രോഗ്രാം വരുമ്പോൾ നമ്മൾ കയറുന്നത് അതിനോടുള്ള അത്രക്ക് ചേഞ്ച് നമ്മളെ ലൈഫിൽ വരുന്നത് കൊണ്ടാണ്. അപ്പൊ അത്രക്ക് മാറ്റമുണ്ട്. എന്തായാലും ഇത് ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് കിട്ടുന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. എനിവേ ഹാവ് എ ഗ്രേറ്റ് ഡേ. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, പ്രോഗ്രാമിലേക്ക് വരിക. ഫീ ഒന്നുകൂടെ പറയാമോ? 1100 രൂപയുള്ളൂ. അതായത് അതാണ് ഫീ വരുന്നത്. അത് നമ്മൾ ഹോട്ടൽ എക്സ്പെൻസ് കവർ ചെയ്യുന്നുള്ളത് മാത്രമാണ്. ദെൻ ഇഫ് ഐ കുഡ് ഹാവ് എ പേഴ്സണൽ മീറ്റിംഗ് ഐ ക്യാൻ ജോയിൻ. അനീസ് ഭായ് വരൂ, എന്തായാലും വരൂ. കൊല്ലത്തുനിന്നാണ് വരുന്നത്, എനിക്ക് മനസ്സിലായി. നിങ്ങൾ എന്തായാലും പ്രോഗ്രാമിന് വരൂ, പേഴ്സണലായിട്ട് മീറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മീറ്റ് ചെയ്യാനുള്ള അവസരം തരാം. പ്ലീസ് കം ആൻഡ് ജോയിൻ. ഒരുപാട് സമയം കിട്ടുമെന്ന് അറിയില്ല, ബട്ട് സ്റ്റിൽ ഐ വിൽ ഗിവ് യു ആൻ ഓപ്പർച്യൂണിറ്റി കേട്ടോ. അപ്പം എന്തായാലും നിങ്ങൾ എന്തായാലും വരൂ കേട്ടോ. അങ്ങനെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുള്ളവരുണ്ടാവും, വരിക, നമ്മുടെ പ്രോഗ്രാമിലേക്ക് വരിക, രജിസ്റ്റർ ചെയ്തോളൂ. രജിസ്റ്റർ ചെയ്യാനുള്ള നമ്പർ നമ്മുടെ കൊടുത്തിട്ടുണ്ട്, 8086 8807775 8086880775. ഈ നമ്പർ എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് എന്ത് ചെയ്യുക, ഗൂഗിൾ പേ ചെയ്യുക. അതിന്റെ സ്ക്രീൻഷോട്ടും അതേ നമ്പറിലേക്ക് തന്നെ അയക്കുക. എന്നിട്ട് നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യുക, പ്രോഗ്രാമിലേക്ക് വരാൻ ശ്രമിക്കുക കേട്ടോ. മറക്കരുത്, 1 വീക്ക് നമുക്ക് സമയമുള്ളൂ. അതിനുള്ളിൽ എന്ത് ചെയ്യണം, എല്ലാവരും എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യണം, സീറ്റ് നിങ്ങൾ ബുക്ക് ചെയ്യണം കേട്ടോ. മറക്കരുത്. സോ കം ആൻഡ് ജോയിൻ, ലെറ്റ്സ് ഹാവ് എ മീറ്റപ്പ് ആൻഡ് ലെറ്റ്സ് ലേൺ ടുഗദർ ആൻഡ് ലെറ്റ്സ് ഹെൽപ്പ് ഈച്ച് അതർ ആൻഡ് ചേഞ്ച് അവർ ലൈഫ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ടുഡേ സെഷൻ. ഇന്നത്തെ സെഷൻ ജോയിൻ ചെയ്യുന്നതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച്. See you later. Have a great day.